ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നൽ ഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മൾ നോക്കുന്നത് എൻറ്റയർലി ഒരു പുതിയൊരു സംഗതിയിലേക്കാണ് പോകുന്നത് കേട്ടോ. ഖുർആനിലെ സിമിട്രി എന്ന് പറയും. എന്താ സിമിട്രി എന്ന് പറഞ്ഞാൽ? തുല്യത എന്ന് പറയാൻ പറ്റുമോ? സിമെട്രി, ഈക്വൽ അതായത് ആയിട്ട്. ഒരു വസ്തുവിന്റെയോ രൂപത്തിന്റെയോ ഇരുവശങ്ങളും തുല്യമായ അളവിലോ ആകൃതിയിലോ ക്രമീകരിച്ചിരിക്കുന്ന അവസ്ഥയെ ഇത് സൂചിപ്പിക്കുന്നു. ഇതാണ് സിമിട്രി എന്ന് പറഞ്ഞാൽ. എളുപ്പത്തിൽ പറഞ്ഞാൽ ഇപ്പം നമ്മളൊരു തേങ്ങ പകുതി മുറിച്ചു, അല്ലെങ്കിൽ ഒരു ചക്കരമത്ത, അല്ലെങ്കിൽ വാട്ടർമെലൻ, ആപ്പിൾ, ഓറഞ്ച് മുറിച്ചാൽ രണ്ടും ഒരേപോലെ ഉണ്ടാവുക എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സ് കറസ്പോണ്ടിങ് ടു ഈ ഒരു മുറിയിലേക്ക് സെയിം ആയിരിക്കും. ഇവിടെ ഒരു കട്ടുണ്ടെങ്കിൽ അതുപോലെ ഇവിടെയും കട്ടുണ്ടാവും, ഇവിടെ കുത്തുണ്ടെങ്കിൽ ഇവിടെ കുത്തുണ്ടാവും. അങ്ങനെ മാച്ച് ചെയ്യാൻ പറ്റും, രണ്ട് പീസുകൾ തമ്മിൽ മാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥക്കാണ് സിമിട്രി എന്ന് പറയാം. പൊതുവെ ഖുർആനിൻ്റെ ക്രിട്ടിക്സ്, ഖുർആനെ കുറ്റപ്പെടുത്തുന്നവർ, അല്ലെങ്കിൽ ഖുർആനെ കളിയാക്കുന്നവർ, അല്ലെങ്കിൽ ഖുർആനെ കുറിച്ചിട്ട് പരിഹാസ്യം ആക്കുന്നവർ, അവർ പൊതുവെ പറയുന്ന ഒരു ഒരു ഒരുപാട് വിമർശനങ്ങളിൽ പെട്ട ഒരു വിമർശനമാണ് ഖുർആനിന് യാതൊരു ഓർഡറും ഇല്ല എന്നുള്ളത്. ഇറ്റ് ഈസ് നോട്ട് ഇൻ ഓർഡർ അറ്റ് ഓൾ. സബ്ജക്റ്റുകൾ മൊത്തത്തിൽ ഖുർആനിൽ പരന്ന് കിടക്കുകയാണ്. ഖുർആന്റെ സൂറത്തിൻ്റെ അവതരണവും അല്ലെങ്കിൽ അതിൻ്റെ ക്രോണോളജിക്കൽ ഓർഡറായിട്ട് യാതൊരു ബന്ധമില്ല. ആ ക്രോണോളജി ആവട്ടെ ഒരു അടിസ്ഥാനവുമില്ല. ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ ഖുർആനിൽ രണ്ടാമത്തെ സൂറത്തായ സൂറത്തുൽ ഫാത്തിഹ അതെന്തിനാ അവിടെ കൊണ്ടുവച്ചിട്ടുള്ളത്? ആദ്യം ഇറങ്ങിയ സൂറത്ത് എന്താണ്, ഇതല്ലേ, സൂറത്ത് അലക്കല്ലേ, അത് അവസാനത്ത് കൊണ്ടുവച്ചിരിക്കുക. അപ്പോൾ എന്തർത്ഥത്തിലാണ് ഇപ്പോൾ ഇത്? ഒന്നാമതായിട്ട് ഫാത്തിഹയും, രണ്ടാമതായിട്ട് ബക്കറ, മൂന്നാമതായിട്ട് ആലിമ്രാന്, നാലാമത് നിസാ, അഞ്ചാമത് മായിദ. എന്താ മായിദ ആദ്യം വന്ന എന്താ? അല്ലെങ്കിൽ സൂറത്തുൽ മായിദ രണ്ടാമത് വന്ന എന്താ പ്രശ്നം? ഇത് സൂറത്ത് ബക്കറനെ കൊണ്ടുപോയിട്ട് അലക്കിന്റെ അവിടെ വെച്ചാൽ എന്താ കുഴപ്പം? സൂറത്തുൽ അലക്ക് ആദ്യം വന്ന എന്താ? പിന്നെ ഖുൽ ഹുവല്ലാഹു അഹദ് ആദ്യം വന്ന എന്താ കുഴപ്പം? നിങ്ങൾ എപ്പോഴും ആലോചിച്ച് നോക്കിണ്ട ഖുർആന്റെ ഈ ഓർഡറിനെ കുറിച്ച് എപ്പോഴും നിങ്ങൾ ആലോചിച്ച് നോക്കിണ്ട? നമ്മുടെ പ്രശ്നം അതാണ്, നമ്മളൊന്നും ആലോചന ചെല്ലോ നമുക്ക് സമയനാവാത്ത എങ്ങനെ കിട്ടി അത് നമ്മളാണ് സ്വീകരിച്ചു. ഇതിനെ കുറിച്ചിട്ടൊന്നും ആലോചിക്കുകയോ അല്ലെങ്കിൽ ചിന്തിക്കുകയോ ആ പണി നമ്മൾ ചെയ്യണില്ല. അക്കാൻ വേണ്ടിയാണ് നിങ്ങളെ കൊണ്ട് ഈ ഇടങ്ങറൊക്കെ ആക്കുന്നത്. ഇനിയെങ്കിലും അത്തരത്തിലുള്ള ചിന്തകൾ നിങ്ങൾ ഉണ്ടാവണം. അതുപോലെ അവതരണ സമയവും സൂറത്തിൻ്റെ വലുപ്പം, അല്ലെങ്കിൽ അതിൻ്റെ സബ്ജക്റ്റ്, അല്ലെങ്കിൽ കണ്ടന്റ് ഒരു ബന്ധമില്ല. ഒരു ഉദാഹരണം പറയാം. സൂറത്തുൽ ബഖറയിൽ എന്തൊക്കെ പരാമർശിച്ചിട്ടുണ്ട്? ബനി ഇസ്രായേലിനെ കുറിച്ച് പറയുന്നുണ്ട്, മൂസ അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പറയുന്നുണ്ട്, ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, പിന്നെ സത്യവിശ്വാസിയെ കുറിച്ച് പറയും, തലാഖിനെ കുറിച്ച് കുറേ പറഞ്ഞിട്ടുണ്ട്, പിന്നെ പലിശയെ കുറിച്ച് പറയുന്നുണ്ട്, പശുവിനെ കുറിച്ചിട്ട് ആകെ മൂന്നാല് ആയത്ത്. സൂറത്തിന്റെ പേരെന്താ? പശു എന്നാണ്. ആ പശുവിനെ കുറിച്ച് ഇത്ര പറഞ്ഞാൽ ആകെ നാലായത്തുള്ളൂ, നാലഞ്ച് ആയത്തുള്ളൂ. പിന്നെ തലാഖിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ട് സൂറത്ത് ഏതാ? ബക്കറയാണ്. അത് കഴിഞ്ഞ് തലാഖിനെ കുറിച്ച് എവിടെയും വല്ല പരാമർശം സൂറത്ത് തലാഖിലാണ്. അത് വളരെ കുറച്ച് കാര്യങ്ങളുള്ളൂ. അതുപോലെ തന്നെ യുദ്ധങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്, മറ്റേ തഖ്വനെ കുറിച്ച് പറയുന്നുണ്ട്, ഒരുപാട് സംഗതി പറയുന്നുണ്ട്. പക്ഷേ ഈ തഖ്വനെ കുറിച്ച് വേറെയും പല ഭാഗത്ത് പറയുന്നുണ്ട്. ഇതിങ്ങനെ പരന്ന് കിടക്കുക. അപ്പോൾ ഖുർആനെ ഈ ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇതിനെ പഠിക്കുന്നവർ, വിശകലനം ചെയ്യുന്നവർ, അവർ പറയുന്ന ചില വർത്തമാനങ്ങളാണ് ഇതിന് യാതൊരു അടിസ്ഥാനമില്ല, ഒരു അടിത്തറയില്ല. ഇത് കുറേ കാര്യം ഇവിടെ പറയും, പിന്നെ കുറേ കാര്യം അപ്പുറത്ത് പറയും. എന്താണ് ഇത് കാട്ടുന്നത്? തീരെ ഒരു സുഖജീവിതമല്ലേ. പിന്നെ കാണുന്ന ഒരു സംഗതി ഇങ്ങനെ പറയും ഖുർആൻ, പിന്നെ പെട്ടെന്ന് കാണാൻ വേറെ സംഗതി കയറി വരുന്നത്, പിന്നെ വീണ്ടും പഴയടുത്ത് തന്നെ പോകുന്നത്. ഇത് ഈ സബ്ജക്റ്റ് അവതരിപ്പിക്കുന്നിടത്ത് പോലും എന്തില്ല, ഒരു ഓർഡറോ ഒരു നിശ്ചിതമായിട്ട് സംഗതി ഒന്നും കാണാനില്ല. കുറച്ച് ഇവിടെയും കുറച്ച് അവിടെയൊക്കെ പറയും. ഈ ഉദാഹരണം പറഞ്ഞാൽ സൂറത്ത് ബക്കറയുടെ ആദ്യ ഭാഗത്ത് സത്യവിശ്വാസി വെച്ച് പറയുന്നുണ്ട്, അല്ലേ? അല്ലതിന് ഗൈബി സ്വലാത്ത് പറഞ്ഞുകൊണ്ട് അവർ പറയുന്നുണ്ട്. പിന്നെ സൂറത്തിന്റെ അവസാനത്തിലും സത്യവിശ്വാസിയെ കുറിച്ച് പറയുന്നുണ്ട്. മുനാഫിഖിനെ കുറിച്ച് തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്. എന്ത്? മറ്റേ വൈദാ ഖീലഹും ആമിനു ഖാലു ആമന്ന വൈദാ ഖലൗ ഇലാ ശയാത്തീനിഹിം ഖാലു ഇന്നാ മഅക്കും ഇന്നമാ നഹ്നു മുസ്തഹ്സിഊൻ എന്ന് പറയുന്നുണ്ട്. ഒരു ഭാഗത്ത് പറയുന്നുണ്ട്.
ഇവരെ കുറിച്ച് സൂറത്തുൽ മുനാഫിഖൂൻ എന്ന് പറഞ്ഞുകൊണ്ട് സ്പെഷ്യലി എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഇവിടെ പറഞ്ഞ്, കുറച്ച് അവിടെ പറഞ്ഞ്, ഇത് ഖുർആനിലെ ഒരു തീരെ എന്തൊക്കെയോ കുറെ അഴകാട് ഒരു അർത്ഥമില്ലാത്ത പോലെ നമുക്ക് തോന്നും ചിലപ്പോൾ. അപ്പോൾ നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് നമ്മൾ എന്ത് ചെയ്യും, ഇത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ പറയുന്നത് മാത്രം. അപ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞ സംഗതിയാണ്, നിങ്ങൾ എന്നും ഖുർആന്റെ പഠിതാക്കൾ എന്ന നിലക്ക് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഒരു ആയത്ത് നിങ്ങൾ പഠിക്കാനെടുത്താൽ ഇത് എപ്പോഴും മനസ്സിലുണ്ടാവണം. അതെന്താന്ന് പറഞ്ഞാൽ, ഒന്ന്, ഈ വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞത് 114 സൂറത്തുകൾ അടങ്ങിയ ഒരു ഗ്രന്ഥമാണ്. അതാണ് കിതാബാണ്. ദാലിക്കൽ കിതാബാണ്. ലൗഹിൻ മഹ്ഫൂദുള്ളത് കിതാബാണ്. കിതാബ് എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കേണ്ടത് ഇറ്റ് ഈസ് എ ഡൺ ഡീൽ. കിതാബിൻ്റെ ഒരു പ്രത്യേകത അതാ. ഞാനിപ്പോൾ കുറേ പേജുകളാണ് ഇപ്പം എൻ്റെ അടുത്തുള്ളത്. സുഹഫ് ഇബ്രാഹിം മൂസ എന്ന് പറയാറുണ്ട്. എൻ്റെ അടുത്ത് കുറേ സുഹഫുകളാണ്, കുറേ പേജുകളാണെങ്കിൽ എനിക്ക് ഈ പേജ് എടുത്തിട്ട് അടി കൊണ്ടാക്കാം, അല്ലെങ്കിൽ എടുത്ത് നടുക്ക കൊണ്ടാക്കാം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇതിൻ്റെ ഓർഡർ മാറ്റാൻ പറ്റും. കാരണം എന്താ, ഇത് ബന്ധിപ്പിക്കപ്പെട്ടില്ല, അത് എന്താണ് തുന്നി പൂട്ടിയില്ല. അപ്പം അതുകൊണ്ട് അതിൻ്റെ ഒന്നാമത്തെ എടുത്തിട്ട് അടിയിൽ കൊണ്ടാക്കുക, അടിയത്തെടുത്തിട്ട് മുകളിൽ വെക്കുക ഒക്കെ ചെയ്യാം. ഇനി പ്രിന്റ് അല്ല, നമുക്കത് മായച്ചിട്ട് അവിടെ വേറെ എഴുതാൻ പറ്റുന്ന പോലാണെങ്കിൽ, എനിക്കതിപ്പോൾ വേർഡ് ഫയലൊക്കെ ആണെങ്കിൽ ബാക്ക് സ്പേസ് അടിച്ചിട്ട് ആ വാക്കെടുത്ത് കളഞ്ഞിട്ട് അവിടെ വേറെ വാക്ക് അടിച്ചേക്കാം, ഒരു കുഴപ്പമുണ്ടാവില്ല. ഇപ്പോൾ ഒരു 5000 പേജുള്ള ഒരു വേർഡ് ഡോക്യുമെൻ്റ് ആണെങ്കിൽ 102ാമത്തെ പേജിൻ്റെ ഉള്ളിൽ പോയിട്ട് 4ാമത്തെ ലൈനിൻ്റെ ഇടയിൽ പോയിട്ട് ഒരു വാക്ക് എടുത്തിട്ട് ഒഴിവാക്കിയിട്ട് എന്ന വാക്ക് ഒഴിവാക്കിയിട്ട് അത് കട്ട് ചെയ്തിട്ട് എന്ന് വേണമെങ്കിൽ ആക്കാം, ചെയ്യാൻ പറ്റും. ഒരു കുഴപ്പമില്ല. മൊത്തം 5000 പേജുള്ള സാധനത്തിൽ ഒരു സംഭവം നടക്കില്ല. ആ പണി ഖുർആനിൽ ചെയ്യാൻ പറ്റില്ല. ഇറ്റ്സ് എ ഡൺ ഡീൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് പ്രിൻ്റ് ആയതുകൊണ്ട് കിതാബായുള്ള പ്രശ്നം അതാ. പ്രിൻ്റ് ആയി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുക, നിങ്ങൾക്ക് അവിടെ വെട്ടിയിട്ട് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ആക്കാൻ പറ്റില്ല. ആക്കി കഴിഞ്ഞാൽ അത് എടുത്ത് കാണിക്കും. വാക്കുകൾ എടുത്ത് മയക്കാൻ പറ്റൂല. ഒരു വേർഡ് എടുത്തിട്ട് ഈ വാക്കിന് പകരത്ത് കുറച്ച് ആളുകൾക്ക് മനസ്സിലാവാൻ നല്ല ഇപ്പം ഇതാണ്, എന്തുകൊണ്ട് കാര്യം ചെയ്യാം, ഞാനിത് എടുത്ത് മാറ്റിയിട്ട് ഞാൻ ഇവിടെ ഉണ്ടാക്കാം എന്ന് ചെയ്യാൻ പറ്റില്ല. കാരണം അള്ളാഹു എന്താണ് ആ പദം പറഞ്ഞത് അന്നം കട ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇത് ആളുകൾക്ക് മനസ്സിലാക്കാൻ പ്രയാസം എന്ന് പറഞ്ഞുകൊണ്ട് വെട്ടിയിട്ട് അവിടെ വേറെ സാധനം കൊണ്ടുവയ്ക്കുക എന്നുള്ളത് ചിലപ്പോൾ പറ്റൂല. അപ്പോൾ ഈ ഒരു പണി നടക്കൂല. അതേപോലെ സൂറത്തിൻ്റെ ഓർഡർ മാറ്റുക, സൂറത്തിൻ്റെ ഓർഡറിൻ്റെ ഇപ്പോൾ സൂറത്തിൻ്റെ ആകാതെ, അപ്പോൾ ഒരു ഗ്രന്ഥം എന്ന് പറയുമ്പോൾ അതിൽ 114 സൂറത്തുകൾ അത് എന്തായി സ്റ്റിച്ച് ചെയ്തിട്ട് അത് ഓൾറെഡി വെച്ച സംഗതി, ഒന്നും ചെയ്യാനും കൂട്ടാനും കൊടുക്കാനും പറ്റില്ല. പിന്നെ ഒരു പ്രശ്നം പറഞ്ഞാൽ സൂറത്തുകളുടെ ഓർഡറുകളും നേരത്തെ മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ മറ്റേ ഒരാൾക്ക് തോന്നുകയാണത് ഈ സൂറത്തുൽ ബക്കറ നമുക്ക് ഇതിൻ്റെ ആശയങ്ങളൊക്കെ വരുന്നത് കുറച്ചും കൂടി ഇപ്പോൾ തലാഖിൻ്റെ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ സൂറത്ത് ഈ തലാഖിനെ കുറിച്ച് ഖുർആൻ ഈ സൂറത്തുൽ ബക്കറയെ കുറേ പറഞ്ഞ കാര്യം ഒരു കാര്യം ചെയ്യുക, സൂറത്ത് തലാഖ് അവിടെ ഉള്ളത് അത് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഇവിടെ കൊണ്ടുവന്നേക്കാം എന്ന രൂപത്തിൽ. ക്യാമറ ഓഫ് ആയാ? ക്യാമറ ഓഫ് ആയിരുന്നു. ഇപ്പൊ ഓഫായോ? അതെ, ഓഫിലാണല്ലോ. ഞാൻ ഓണാക്കി ക്യാമറ ഓൺ ആവുന്നില്ലല്ലോ. വൈ, വാട്ട് ഹാപ്പൻ? ഇനി വേറെ എവിടെയും തുറന്നുണ്ടോ? അടച്ചോനൊക്കെ അറിയാം. ഓക്കെ. അപ്പോൾ ഒരാൾ പറയാണ് ഇപ്പോൾ മറ്റേ കുറച്ചും കണ്ട് ഓതി പോയി കഴിഞ്ഞാൽ കുറേ കണ്ട് എത്തുമ്പോഴാണ് സൂറത്ത് തലാഖ് വരുന്നത്. അപ്പോൾ അത് ഓതി നോക്കുമ്പോൾ തലാഖിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ ഇതിൽ പറയണല്ലോ. എന്നൊരു കാര്യം, ഈ സൂറത്ത് തലാഖ് ഇവിടെ എടുത്തിട്ട് നമുക്ക് നേരെ സൂറത്തിൽ ബക്കറയുടെ കൂടെ വെക്കാം, എന്നാൽ പിന്നെ സബ്ജക്റ്റ് വൈസ് സെയിം ആവുമല്ലോ. അങ്ങനെ ഒരാൾ വിചാരിച്ച് നടക്കൂല. കാരണം അതും അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട് ഏത് സൂറത്ത് എവിടെ വരണം, ഏത് ആയത്ത് എവിടെ വരണത്. അപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്ന പോയിന്റ് എന്ന് വെച്ചാൽ ഇതൊക്കെ തീരുമാനിക്കപ്പെട്ട് ഇറ്റ്സ് എ ഡൺ ഡീൽ. അതെ, ഇതെന്തോ ഒരു പ്രശ്നം ഇവിടെ നടക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ നേരത്തെ അത് ഓർഡറാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ ഈ സൂറത്തിൻ്റെ ഓർഡറുകളും അള്ളാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചതാണ്. ഇന്ന സൂറത്ത് കഴിഞ്ഞാൽ ഇന്നത് വരണം. അതേപോലെ ആയത്തുകൾ, ഇപ്പോൾ മറ്റേ റമദാനെ കുറിച്ച് പറയുന്ന ആയത്തുകൾ 153ാമത്തെ ആയത്താണ്.
അള്ളാഹു എന്തിനാണ് അവിടെ കൊണ്ടുവച്ചത്? അള്ളാഹ്ക്ക് വേണമെങ്കിൽ സൂറത്ത് എന്താണ് റമദാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു, കാരണം ആകെ അഞ്ചായത്താണ് റമദാനെ കുറിച്ചിട്ട് മൊത്തത്തിൽ ഖുർആനിലെ പരാമർശമുള്ളത്. അഞ്ചായത്തുകൾ. ഈ അഞ്ചായത്തുകളിൽ നോമ്പ് നോക്കുന്നതിന് ലക്ഷ്യം എന്താണ്, നോമ്പ് എങ്ങനെ നോക്കേണ്ടത്, മുന്നത്തെ ആൾക്ക് നോമ്പ് ഉണ്ടായിരുന്നോ അല്ല അതെന്തായിരുന്നു, പിന്നെ മറ്റേ നോമ്പിൻ്റെ എപ്പോൾ തുടങ്ങണം, എപ്പോൾ അവസാനിപ്പിക്കണം, നോമ്പിൻ്റെ ഫിഖ് എന്താണ്, നിങ്ങൾ നോമ്പ് വിട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഇനി അതല്ല നോമ്പിൽ എന്തെല്ലാം എന്തെല്ലാം മറ്റേ അനുവദിക്കപ്പെട്ട സംഗതികൾ എന്തെല്ലാം പാടുണ്ട് എന്തെല്ലാം പാടില്ല, നോമ്പ് മുറിച്ചാലുള്ള അവസ്ഥ എന്താ, ഇതിനെക്കുറിച്ചുള്ള ഫിഖും കാര്യങ്ങളൊക്കെ പറയണത് അഞ്ചായത്തിലാണ്. അപ്പോൾ അള്ളാഹ്ക്ക് വേണം നമുക്ക് മൂന്ന് ആയത്തുകളിലെ സൂറത്തുണ്ട്. ഇപ്പോൾ ഇദാ ജാ റസൂലുള്ളാഹി വൽ ഫത്ഹ്, അത് ആകെ മൂന്നായത്തുള്ളൂ. വൽ അസ്ർ മൂന്നായത്തുള്ളൂ. അപ്പോൾ അള്ളാഹ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ സൂറത്ത് റമദാൻ എന്ന് പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ സൂറത്ത് സിയാമ് സൗമ് എന്ന് പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ അഞ്ചായത്തുള്ള ഒരു സൂറത്ത് വേറെ ആക്കാമായിരുന്നു. പക്ഷെ അള്ളാഹ് ചെയ്തില്ല. അതെന്തുകൊണ്ട് 183, 84, 85, 86, 87 ഇങ്ങനെ ഈ അഞ്ച് ആയത്തുകളെ കൊണ്ടുപോയിട്ട് സൂറത്തുൽ ബഖറയുടെ 183-ാമത്തെ ആയത്തായിട്ട് എന്തുകൊണ്ട് അള്ളാഹു അവതരിപ്പിച്ചു എന്നുള്ള അതിൻ്റെ ബാക്കിലൊക്കെ ശരിക്കും ഒരു നസ്മുണ്ട്. ആ വിഷയത്തെ കുറിച്ചിട്ട് മർഹബിന റമദാൻ എന്ന പരിപാടിയിൽ സിറ്റിയിൽ ഒരു പ്രഭാഷണം ഉണ്ടായിരുന്നു. അതിൽ ഞാനത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സംഗതി. അപ്പോൾ അള്ളാഹു എന്തുകൊണ്ടാണ് അത് അങ്ങനെ ചെയ്യാൻ കാരണം? അപ്പോൾ അത് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തന്നെ റമദാനിന് ഒരു പ്രത്യേക ഒരു പദവി വരുന്നുണ്ട്. ബിക്കോസ് അല്ലാഹ് ഡിഡ് ദാറ്റ്. കാരണം കുറേ സംഗതികൾ ഡിക്ലെയർ ചെയ്തുകൊണ്ടാണ് അള്ളാഹു നോമ്പിനെ കൊണ്ട് തരുന്നത്. അപ്പോൾ ആ നോമ്പിനെ തരുമ്പോൾ തന്നെ അള്ളാഹുവിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതും കൂടി ബന്ധിപ്പിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക നോമ്പ് എന്ന് പറഞ്ഞതും ദ പേർപ്പസ് ഓഫ് റമദാനും ദ പേർപ്പസ് ഓഫ് ഫാസ്റ്റിങ്ങും രണ്ടും രണ്ടാണ്. ഒന്നുകൂടി പറയാം, ജസ്റ്റ് അത് ഒരു ബോണസായിട്ട് കൂട്ടിക്കോളി നിങ്ങൾ. റമദാനിൽ എൻ്റെ ഉദ്ദേശവും റമദാനിലെ നോമ്പിൻ്റെ ഉദ്ദേശവും രണ്ടും രണ്ടാണ്. റമദാൻ എന്ന മാസം എന്ന് നമ്മൾ കാണേണ്ടത് എന്താണ്, എങ്ങനെയായിട്ടാണെന്നും നോമ്പ് എന്ന് പറഞ്ഞ സംഗതി നമ്മൾ കാണേണ്ടത് എന്താ, രണ്ടും രണ്ടായിട്ട് കാണണം. അപ്പോൾ രണ്ടും രണ്ടായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ ശരിക്കും അതിൻ്റെ ബെനിഫിറ്റ് മനസ്സിലാവുള്ളൂ. അപ്പോൾ പറഞ്ഞു കൊണ്ടുവന്ന് വെച്ചാൽ ഇതിനൊക്കെ ഒരു ഓർഡർ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സൂറത്തും ആ സൂറത്തിൻ്റെ മുമ്പുള്ള, ഇപ്പോൾ പറഞ്ഞാൽ സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറയും സൂറത്ത് ഫാത്തിഹയും തമ്മിൽ ബന്ധമുണ്ട്. ഇറ്റ്സ് റിലേറ്റഡ്. സൂറത്തുൽ ബഖറയും സൂറത്ത് ആലി ഇമ്രാൻ തമ്മിൽ ബന്ധമുണ്ട്. അപ്പോൾ ഒരു സൂറത്ത് അതിന് മുമ്പുള്ള സൂറത്തായിട്ടും അതിന് ശേഷമുള്ള സൂറത്തായിട്ടും എന്തുണ്ട്, ബന്ധമുണ്ട്. ആ ബന്ധം നമുക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളത് അത് വേറെ കാര്യമാണ്. പക്ഷേ ഇറ്റ് ഈസ് റിലേറ്റഡ്. സൂറത്തിൽ എന്താണ് മറ്റേ സൂറത്തുൽ ഫലക്കും സൂറത്തുൽ ഇഖ്ലാസും സൂറത്തുൽ നാസുമായിട്ട് ബന്ധമുണ്ട്. കാരണം മുമ്പുള്ള സൂറത്ത് ഇഖ്ലാസും ശേഷ സൂറത്ത് നാസ. സൂറത്തുൽ നാസ് സൂറത്തുൽ ഫലക്കായിട്ട് ബന്ധമുണ്ട്. പിന്നെ ഏതായിട്ടാ ബന്ധം? പിന്നെ ഏതായിട്ടാ ഏതായിട്ടാ ഫാത്തിഹായിട്ടാ. അയ്യോ, സൂറത്തുൽ ഫാത്തിഹായിട്ട്. സൂറത്തുൽ നാസിന് സൂറത്തുൽ ഫാത്തിഹായിട്ട് ബന്ധമുണ്ട്. കാരണം സൂറത്തുൽ നാസ് കഴിഞ്ഞാൽ വീണ്ടും ഫാത്തിഹ ആരംഭിക്കുക. അത് മനോഹരമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ടാവും. ഓക്കെ, അതിലത്തെ യൂസേജ് ഓഫ് ദ വേർബും അത് ആര് അഡ്രസ്സ് ചെയ്യുന്നതും അതേപോലെ തന്നെ സൂറത്തുൽ ഫാത്തിഹയുടെ യൂസേജ് ഓഫ് ദ വേർഡ്സും ഒക്കെ നല്ല ബന്ധമുണ്ട്. സൂറത്തുൽ ഫലക്കായിട്ടും ബന്ധമുണ്ട്. അപ്പോൾ ദേ ആർ ഓൾ ഇന്റർ ഡിപ്പെൻഡന്റ്. അപ്പോൾ നമ്മൾ ഖുർആന്റെ പഠിതാവ് എന്ന നിലയ്ക്ക് ഒരു ആയത്തിനെ നിങ്ങൾ ഇപ്പോൾ പലരും ഇതിലുള്ളവരൊക്കെ ഖുർആൻ ക്ലാസ് എടുക്കുന്നവരാണ്, അല്ലെങ്കിൽ കുറച്ച് ചെറിയ രൂപത്തിലെങ്കിലും എന്താണ് സ്വാഗതം പറയുക അല്ലെങ്കിൽ ആശംസ പറയുക. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും ഇതൊക്കെ ഉണ്ടാകുമ്പോൾ അതിനെക്കുറിച്ച് രണ്ട് വർത്താനം പറയാതിരിക്കില്ല. അപ്പോൾ നിങ്ങളിതൊക്കെ ചെയ്യുമ്പോൾ പലപ്പോഴും ഖുർആന്റെ ആയത്തുകൾ കോട്ട് ചെയ്തുകൊണ്ടായിരിക്കും പറയാം. അതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, ഞാൻ ഈ പറയാൻ പോകുന്ന ആയത്ത് അപ്പം നിങ്ങൾ സംഗതി തന്നെ പഠിക്കുമല്ലോ സ്വാഭാവികമായിട്ടും. ഒരു ക്ലാസ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ക്ലാസ് എടുക്കുമ്പോൾ ഹൽക്കി ക്ലാസ് എടുക്കുക അല്ലെങ്കിൽ ഒരു പൊതു പരിപാടിയിൽ രണ്ട് വർത്താനം പറയുമ്പോൾ ഒക്കെ സ്വാഭാവികമായിട്ടും നിങ്ങൾ ക്ലാസ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ അതിനു വേണ്ടി പഠിക്കുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട പണി, ഞാൻ ഈ പറയാൻ പോകുന്ന ആയത്ത് അത് ഏത് സൂറത്തിലാണെന്നുള്ളത്, അത് ഏത് സൂറത്തിൽ എന്നുള്ളത് ആദ്യം നോക്കണം. ആ സൂറത്ത് മൊത്തത്തിൽ എന്തിനാണ് ഫോക്കസ് ചെയ്യുന്നത്? ഈ സൂറത്തിൻ്റെ മുമ്പ് വന്ന സൂറത്ത് എന്തിനെ കുറിച്ചായിരുന്നു ഫോക്കസ് ചെയ്തത്? ഈ സൂറത്തിന് ശേഷം വന്ന സൂറത്ത് എന്തിനാണ് ഫോക്കസ് ചെയ്യുന്നത്?
ഞാൻ ഈ സംസാരിക്കാൻ പോകുന്ന ആയത്തുകൾ അല്ലെങ്കിൽ ആ പാസേജ് അല്ലെങ്കിൽ ആ പാർട്ട് ഓഫ് ദ സൂറ, അതിന് തൊട്ട് മുമ്പുള്ള ആയത്തുകൾ എന്താണ്? ആ തൊട്ട് മുമ്പുള്ള ആയത്തുകൾ എന്തിനെ കുറിച്ചായിരുന്നു പരാമർശിച്ചിരുന്നത്? അതിൻ്റെ തുടർച്ചയെന്നോണം ഈ ആയത്തുകളും മുകളിൽ പറഞ്ഞ വിഷയം തമ്മിൽ എന്താണ് ബന്ധം? ഞാൻ ഈ പറയാൻ പോകുന്ന ആയത്തുകളും അത് കഴിഞ്ഞ കുറച്ച് ആയത്തുകൾ വേറെയുണ്ട്. ആ ആയത്തുകൾ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ആൻഡ് ഹൗ ഇസ് ദോസ് ആയാസ് റിലേറ്റഡ് ടു ദ ആയ ഐ എം ടോക്കിംഗ് അബൌട്ട്? ഇങ്ങനെ ഒരു ബന്ധിപ്പിക്കാനുള്ള ശ്രമം നടത്തുക, മനസ്സിലാക്കാനുള്ള ശ്രമം നടത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ആ ആയത്തിനോട് ഒരു നീതി പുലർത്താൻ സാധിക്കുകയുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? അപ്പോഴാണ് നിങ്ങൾക്ക് ഖുർആന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ യു ക്യാൻ സ്റ്റഡി ആൻ ആയ ബൈ ഇറ്റ് സെൽഫ്, സ്റ്റാൻഡ് ലോൺ ചെയ്യുക, ഒരു കുഴപ്പമില്ല. ഇപ്പോൾ ഏതിനാ സിറാത്തുൽ മുസ്തഖീം, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറയാം, ധാരാളമായിട്ട് പറയാൻ പറ്റും. എന്താണ് മറ്റേ ഇയ്യാക്കന നസ്തഈൻ എന്നുള്ള ആയത്ത് നിങ്ങൾ പരിഗണിക്കാതെ, സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ എന്ന് പരിഗണിക്കാതെ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന ആയത്തിനെ മാത്രം നിങ്ങൾക്ക് പഠിക്കാം. ഇറ്റ്സ് പോസിബിൾ, തെറ്റൊന്നുമില്ല. പക്ഷേ ഈ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീമിൻ്റെ ആഴം കിട്ടണമെങ്കിൽ തൊട്ട് മുമ്പ് പറഞ്ഞ സംഗതി എന്താണെന്നും തൊട്ട് ശേഷം പറഞ്ഞ സംഗതി എന്താണെന്നുള്ളത് നിങ്ങൾ ബന്ധിപ്പിപ്പോൾ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും. ശരിയല്ലേ? അള്ളാഹു നീക്ക് നേർമാർഗം കാണിച്ചു തരണമേ. ഇത് ഒരു സത്യവിശ്വാസി അല്ലാതെ പ്രാർത്ഥിക്കുന്ന സംഗതിയാണെന്നുള്ളതും ആ പ്രാർത്ഥനയെ കുറിച്ചിട്ടും ആ മനുഷ്യന്റെ അവസ്ഥയെ കുറിച്ച് നിങ്ങൾക്ക് ധാരാളം വാചാലമായി സംസാരിക്കാം. ഒരു പ്രശ്നമല്ല, ഒരു പ്രശ്നമുണ്ടാ. ഇതിനെ സാധനം പുസ്തകം പഠിച്ചോനെ എനിക്ക് നേരെ വഴി കാണിച്ചോണ്ടാ, ഞാൻ നിന്നുള്ള ആട് ചോദിക്കുക എന്നൊക്കെ ഒരാൾക്ക് പറയാം. പക്ഷേ ഇയ്യാക്കന നസ്തഈൻ എന്നുള്ള പോയിന്റിലേക്ക് പോയിട്ട് പിന്നെ ഇതിനെ സാധനം പുസ്തകം വരുമ്പോൾ നിങ്ങളുടെ ഔട്ട്ലുക്ക് തന്നെ മാറും. ശരിയല്ലേ? ദ ഹോൾ കോൺസെപ്റ്റ് ചേഞ്ചസ്. അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുക ഇത് വേറെ ലെവലാന്ന് മനസ്സിലാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം എന്ന് പറയുമ്പോൾ ഈ ചോദിച്ച സിറാത്തും ഈ പറഞ്ഞ സിറാത്തും തമ്മിൽ എന്തോ അഭേദ്യമായ ബന്ധമുണ്ട് എന്നും ഈ സിറാത്തിൽ കൂടെ കുറേ ആളുകൾ പണ്ട് നടക്കാൻ ശ്രമിച്ചു എന്നും ആ നടക്കാൻ പോയ ആളുകൾ കുറേ വഴിതെറ്റിപ്പോയി എന്നും കുറേ വഴികേടിലായെന്നും കുറേ ഇടങ്ങറായവരും കുറേ വിജയിച്ചവരൊക്കെ ഉണ്ടെന്ന് അപ്പം മനസ്സിലാവും നിങ്ങൾ. അപ്പം നിങ്ങൾ നോക്കും ആ കൂട്ടരാരാ നോക്കും നിങ്ങൾ. ആ കൂട്ടരാരാ നോക്കുമ്പോൾ നിങ്ങൾ യൂതന്മാരും ക്രൈസ്തവന്മാരും അല്ലേക്കും പഴയ സഹായിമാരൊക്കെ എത്തും. എന്നിട്ട് അത് വെച്ചിട്ട് നിങ്ങൾ ഇതിനെ സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുമ്പോൾ ലെവല് മാറി. ശരിയല്ലേ? ആലോചിച്ചു നിങ്ങൾ. അപ്പം ഞാൻ വെറും ഇതിനെ സിറാത്തുൽ മുസ്തഖീം മാത്രം എനിക്ക് ക്ലാസ് എടുക്കുക, ഒരു പ്രശ്നമില്ല. പക്ഷെ അതിന് മുമ്പുള്ള ആയത്തും ശേഷമുള്ള ആയത്തും കൂടി കൂട്ടി കിട്ടുമ്പോഴാണ്, എന്നിട്ട് ഈ ആയത്ത് സൂറത്തുൽ ഫാത്തിഹ എന്ന സൂറത്തിന്റെ ഭാഗമാണ് എന്നും കൂടി മനസ്സിലാക്കുമ്പോൾ ഈ സൂറത്തുൽ ഫാത്തിഹയാണ് ആദ്യമായിട്ട് പൂർണ്ണമായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനിക്ക് ഇറക്കി കൊടുത്ത ഫസ്റ്റ് സൂറത്ത് എന്ന് മനസ്സിലാക്കുമ്പോൾ ഈ സൂറത്തിന്റെ അവതരണത്തെക്കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടിയിട്ടാണ് മറ്റേ ഒരു ഇതുപോലെ തുറക്കപ്പെടാത്ത ഒരു കവാടം തുറക്കുകയും അതിൽ നിന്ന് മലക്കുകൾ ഇറങ്ങി വന്നുകൊണ്ട് സുവാർത്ത റസൂലുള്ളാഹിക്ക് അറിയിച്ചു കൊടുത്തു എന്നും കൂടി പറയുമ്പോഴാണ് ഈ സൂറത്ത് നമ്മൾ സ്ഥിരമായിട്ട് ചുരുങ്ങിയത് 17 വട്ടം നമസ്കാരത്തിൽ ഓതുന്ന സൂറത്താണെന്ന് കൂടെ പഠിക്കുമ്പോഴാണ് ഇഹ്ദിന സിറാത്തിന്റെ യഥാർത്ഥ ആഴം പിടുത്തം കിട്ടുള്ളൂ. അപ്പം അത് ഇതൊന്നും പറയാതെ നിങ്ങൾക്ക് പഠിക്കാം. ഇതൊക്കെ പറഞ്ഞു വരുമ്പോൾ അതിൻ്റെ മൊത്തം ലെവലനെ മാറും. ഇത് എല്ലാ ആയത്തുകൾക്കും ബാധക. അപ്പം അതുകൊണ്ടാണ് ചില ആളുകൾ ഖുർആൻ ക്ലാസ് എടുക്കുമ്പോൾ ഭയങ്കര ഡ്രൈ ആയി തോന്നുന്നത്. ഇതൊക്കെ ബന്ധിപ്പിച്ച് ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുന്നത്. സെയിം ആയത്തായിരിക്കും, പക്ഷേ രണ്ട് ലെവലായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇത് അപ്പോൾ ഈ രൂപത്തിൽ മനസ്സിലാക്കി പഠിക്കുമ്പോഴാണ് ഖുർആൻ്റെ അകത്തൊരു സിമിട്രി ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഒരു ഉദാഹരണം ഞാൻ പറയാം. സൂറത്ത് റഹ്മാന് ഖുർആനിലെ 55-ാമത്തെ സൂറത്തും അതിന് ശേഷം വരുന്ന സൂറത്ത് ഏതാ? വാഖിയ. അപ്പം എന്നാൽ നിങ്ങൾ രണ്ട് സൂറത്തും വെറുതെ എടുത്തേ, സൂറത്ത് റഹ്മാൻ സൂറത്തുൽ വാഖിയ. എന്നിട്ട് നിങ്ങൾ സൂറത്ത് റഹ്മാനിലെ ഒരു ആദ്യത്തെ ഒരു 10-20 ആയത്ത് വെറുതെ ജസ്റ്റ് ഒന്നും ഇങ്ങനെ ഓടിച്ചു നോക്കിയേ. എന്നിട്ട് സൂറത്തുൽ വാഖിയയിലെ കുറച്ച് ആയത്തുകൾ വെറുതെ ഇങ്ങനെ ഓടിച്ചു നോക്കി നിങ്ങൾ. ജസ്റ്റ് ഇപ്പോൾ ഒരു 4-5 മിനിറ്റ് എടുത്തോളെ, വെറുതെ ഇങ്ങനെ. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ആശയം മനസ്സിലാവും. ഇനി നമ്മൾ പോകുന്നത് ശരിക്കും ഇറങ്ങുക കേട്ടോ, നല്ല ആഴത്തിലേക്കാണ് ഞാൻ ഇറങ്ങാൻ പോണത്. അതുകൊണ്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഖുർആന്റെ തഫ്സീറുമായിട്ട് ബന്ധമുള്ളവർക്കാണ് ഇത് കൂടുതൽ ഉപകാരപ്പെടുക എന്ന് പറഞ്ഞത് അതുകൊണ്ടായിരുന്നു. ഇപ്പോൾ ഖുർആന്റെ തഫ്സീറായിട്ട് ബന്ധമില്ലാത്ത ആളുകളോട് ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാൻ പറഞ്ഞാൽ അവരത് വായിച്ചു നോക്കുന്നുള്ളത് അവർക്ക് അതിൻ്റെ ഒരു ആശയം കിട്ടില്ല.
ഇത് വായിച്ചു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്തിനെ കുറിച്ചാണ് പരാമർശിക്കുന്നതിനെ കുറിച്ചൊരു ബോധങ്ങൾ ഉണ്ടാവണം. എന്നാലാണ് ഇപ്പം ഞാൻ ഈ പറയാൻ പോണത് മനസ്സിലാവുള്ളൂ. സൂറത്തുൽ വാഖിയ വെറുതെ ഓതിക്ക് നിങ്ങൾ. 56-ാമത് സൂറത്താണ് സൂറത്തുൽ വാഖിയ. ഒരു ആദ്യത്തെ ഒരു 15 ആയത്ത് ജസ്റ്റ് ഓടിച്ചു നോക്കുമ്പോൾ ആരെ കുറിച്ചാണ് പറഞ്ഞത് മനസ്സിലായി നിങ്ങൾക്ക്? സംഭവത്തെ കുറിച്ച് ഒരു നമുക്ക് ഒരുമിച്ച് ചെയ്യാം. ഓക്കെ. സൂറത്തുൽ വാഖിയ. സൂറത്തുൽ വാഖിയയിൽ നോട്ട് ചെയ്ത് കേട്ടാ. സൂറത്തുൽ വാഖിയയിൽ പ്രധാനമായിട്ടും 5 ടോപ്പിക്സ് ഉള്ളത്. 5 മെയിൻ ടോപ്പിക്സ് ആർ കവേർഡ് ഇൻ സൂറത്തുൽ വാഖിയ. അപ്പോൾ എഴുതിക്കോളി മുകളിൽ നിങ്ങൾ സൂറത്തുൽ വാഖിയ -5 മെയിൻ ടോപ്പിക്സ്. ഓക്കെ. 1, ആദ്യത്തെ ആളുകൾ, ദ ഫസ്റ്റ് പീപ്പിൾ. അതാരാണ്? السابقون أولئك المقربون في جنات النعيم ثلة من الأولين وقليل من الآخرين. മനസ്സിലായില്ലേ? അതായത് ഇവിടെ പറയുന്നത് എന്താണ്? ആദ്യമായിട്ട് ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് പീപ്പിൾ ഹൂ വിൽ മേക്ക് ഇറ്റ് ടു ജന്ന. സ്വർഗത്തിലേക്ക് ആദ്യമായിട്ട് കടക്കുന്ന ആളുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. നമുക്കത് വേണമെങ്കിൽ എന്താണ് ഒരു റോയൽ ക്ലാസ്, സ്വർഗത്തിലേക്ക് കടക്കുന്ന റോയൽ ക്ലാസ്, ഏറ്റവും ഉയർന്ന കാറ്റഗറി എന്ന് വേണമെങ്കിൽ പറയാം. ആരാണ് ഈ സാബിഖൂൻ? അസ്സാബിഖൂൻ. ആരാണ് ഈ സാബിഖൂൻ പറഞ്ഞാൽ ആരാ? ആ, ഈ സാബിഖൂനെ കുറിച്ച് മനസ്സിലാക്കണം. എന്താ അറിയോ? എല്ലാ തലമുറയിലും ഒരു സാബിഖൂൻ ഉണ്ടാവും. പ്രവാചകന്റെ കാലത്തിൽ തലമുറയിൽ ഒരു സാബിഖൂൻ ഉണ്ട്. ശേഷമുള്ള താബികളുടെ കാലത്ത് അല്ലെങ്കിൽ സഹാബത്തിന്റെ കാലത്തുള്ള ആ ജനറേഷനിൽ സാബിഖൂനുണ്ട്. സുമ്മ താബിഊന് ആ കാലത്തുണ്ട്. അങ്ങനെ പോയി നമ്മളുടെ തലമുറയിലും സാബിഖൂനുണ്ട്. എല്ലാ തലമുറയുണ്ട്. ദ ഓൺലി ഡിഫറൻസ് ഇസ് ദാറ്റ്, എന്താ അറിയോ നിങ്ങൾക്ക്? അവരുടെ എണ്ണം കുറവായിരിക്കും. ഹിയർ മീ അഗൈൻ, ഒന്നുകൂടെ കേട്ടോളി. എല്ലാ തലമുറയിലും അസ്സാബിഖൂനുണ്ട്. ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് പീപ്പിൾ ഹു വിൽ മേക്ക് ഇറ്റ് ജന്ന. ദ ഓൺലി ഡിഫറൻസ് ഇസ് ഓരോ തലമുറകളിലും ആ നമ്പർ ഓഫ് ആളുകളുടെ എണ്ണം കുറയും. ഇപ്പൊ റസൂലിന്റെ കാലത്ത് ലെറ്റ്സ് അസ്യൂം ഒരു 100 ആളുടെ വെച്ചോളി. പ്രവാചകന്റെ കാലത്ത് ആ പ്രവാചകന്റെ കാലത്തുള്ള സാബിഖൂൻ 100 ആളുകളാണെങ്കിൽ എത്ര ആൾക്കാർ സ്വർഗത്തിൽ പോകലത്തെ? എത്ര ആൾക്കാർ പോകും? 100 ആൾക്കാർ പോയിന്ന് വരും. കാരണം പ്രവാചകന്റെ കാലത്തുള്ള ഏറ്റവും ബെസ്റ്റ് ആളുകളാണ്, അല്ലേ? 100 ആളുകളും പോയിന്ന് വരും. ഇനി ആ ആളുകളുടെ മക്കള്, ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ അബൂബക്കർ സിദ്ദീഖിന്റെ മക്കള്, ഉമർ ബിൻ ഖത്താബിന്റെ മക്കള്, ഓക്കെ, അതാണ് നെക്സ്റ്റ് ജനറേഷൻ. അതാണ് അടുത്ത സാബിഖൂന്. അവരേലും ഉണ്ടാവും. അവര് 100 പേരുണ്ട് വെച്ചോളി. ആ 100 പേരിൽ എത്ര ആൾക്കാർ സ്വർഗത്തിൽ പോകും? ചിലപ്പോൾ 90 ആൾക്കാർ ചിലപ്പോൾ. അവരുടെ താബിഈൻ വരുമ്പോൾ അവിടുന്ന് 100 എടുത്താല് അതിൽ ചിലപ്പോൾ 80 ആൾക്കാരേ പോവുള്ളൂ. അങ്ങനെ കുറഞ്ഞു വരുമ്പോൾ നമ്മളുടെ ഈ കാലഘട്ടത്തിൽ 100 ആൾക്കാർ എത്ര ആൾക്കാർ സ്വർഗത്തിൽ പോകും? കാലാളോ അരാളൊക്കെ പോവുള്ളൂ, പോവുകയാണെങ്കിൽ തന്നെ. മനസ്സിലാവും? ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടാ? ആസ് ആൻഡ് വെൻ ടൈം ഇൻക്രീസസ്, ജനറേഷൻ പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഇങ്ങനെ വിട്ട് വരുമ്പോൾ റസൂലുള്ളാഹിയുടെ ടീച്ചിങ്സ് അതിനെ പൂർണ്ണമായിട്ട് പിൻപറ്റുന്നവർ, അതിനെ പൂർണ്ണമായി നെഞ്ചിലേറ്റിയ ആളുകളുടെ എണ്ണത്തിൽ കുറവ് വരും. കാരണം ഒരു മെസ്സേജ് എന്താ സംഭവിക്കുക? കുറേ കാലഘട്ടം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ പ്രസക്തി അല്ലെങ്കിൽ അതിനോടുള്ള ആളുകളുടെ മുഹബത്ത്, അതിനോടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് പൊതുവെ കുറഞ്ഞു വരും. അതുകൊണ്ടാണല്ലോ ഓരോ കാലഘട്ടം കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു പുതിയ പ്രവാചകനെ അയക്കണമെന്നുണ്ടല്ലോ. ഇതിനാണ് ആ പഴയ മെസ്സേജ് ആൾ മറന്നു പോയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് പുതിയ ആളെ അയക്കുന്നത്. നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടാവും, വൈ വാസ് ദാറ്റ്? ലോകത്തിന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ആദ്യമായിട്ട് നിർമ്മിക്കപ്പെട്ട ഭവനം ഏതാ? കാബ. അത് എവിടുന്ന് കിട്ടിയത് ആശയം? Where did you get that? ഇതൊരു GK ക്വസ്റ്റ്യൻ മാത്രമല്ല. അത് എവിടുന്ന് കിട്ടി നിങ്ങൾക്ക്? കാബ എന്ന ഉത്തരം നിങ്ങൾക്ക് എവിടുന്ന് കിട്ടിയത്? ഖുർആൻ. ആ ആയത്തേതാ?
പറയും. ആയത്തേതാ? കമാൻ, ആരെങ്കിലും ഒരാൾ പറയും. أول بيت القرآن മാഷാ بقرة. അല്ലാഹ്. അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ബി ബക്കത്ത. ആദ്യമായിട്ട് ജനങ്ങൾക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ബൈത്ത് ഏതാണ്? ബി ബക്ക, അതായത് ബക്കയുടെ മറ്റൊരു പേര്. ഇനി നമ്മൾ എന്ത് പറയുമ്പോഴല്ലോ, വി ആർ സ്റ്റുഡൻസ് ഓഫ് ദ ഖുർആൻ, നമ്മൾ ഖുർആന്റെ പഠിതാക്കളാ. എന്ത് പറയുമ്പോൾ നമുക്ക് ഒരു ഇനി നിങ്ങൾ ഇനിയിപ്പോൾ എന്ത് അഭിപ്രായം ഒരാളോട് പറയുകയാണെങ്കിലും, ആരോട് ആര് നിങ്ങളോട് വല്ല സംശയം ചോദിച്ചാലും, നിങ്ങൾ എന്ത് മറുപടി പറയുമ്പോഴും നിങ്ങളുടെ കയ്യിൽ ഖുർആനികമായിട്ടോ ഹദീസ് പരമായിട്ടോ ഒരു ബാക്കിംഗ് ഇല്ലാതെ നിങ്ങൾ പറയാൻ നിൽക്കരുത്. It's easier to say Allahu Alam than giving a false information. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ 100% ഉറപ്പാണെങ്കിൽ പറയാം, ഓക്കെ ഇതിങ്ങനെ പറ്റുള്ളൂ, ഇങ്ങനെ പറ്റൂല, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഉണ്ട്, ആയത്ത് ഖുർആനിലുണ്ട്, അത് ഏതാന്ന് ഓർമ്മയില്ല, ഞാൻ തപ്പിത്തരാം. അങ്ങനെ ഒരു അതാരാ കൈവക്കിപ്പോ? അപ്പം അങ്ങനെ ഒരു കമ്മിറ്റ്മെന്റ് നമുക്ക് ഉണ്ടാവണം. അതായത് ഞാൻ പറയാൻ പോകുന്ന കാര്യത്തോട് എനിക്ക് പറയുന്ന കാര്യത്തെക്കുറിച്ചിട്ട് ഖുർആനികമായിട്ട് എനിക്ക് തെളിവുണ്ട്, അല്ലെങ്കിൽ ഹദീസ് പരമായിട്ടൊരു തെളിവുണ്ട്, ആ തെളിവ് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും എന്ന ലെവലിലേക്ക് നമ്മൾ എത്തണം. ചുമ്മാ ഉത്തരങ്ങൾ പറഞ്ഞാൽ പോലെ, നിങ്ങൾ പറഞ്ഞ ഉത്തരം 100% കറക്റ്റ് ആയിരിക്കും, പക്ഷേ അതോടൊപ്പം ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ ആയത്ത് ഏതാണ്, റെഫറൻസ് ഏതാണെന്ന് കൂടി പറയണം. ഒന്ന്. രണ്ടാമത്, ഖുർആൻ ക്ലാസ് എടുക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ ഖുർആൻ ക്ലാസ് എടുക്കുമ്പോൾ ഒരുപാട് ആയത്തുകൾ കൂട്ടേണ്ടി വരും. അതൊക്കെ നിങ്ങൾ പറയുമ്പോൾ ഇത്രാമത്തെ സൂറത്തിലെ ഇന്ന സൂറത്തിലെ ഇത്രാമത്തെ ആയത്താണ് ഇത് എന്ന് നിങ്ങൾ പറയും വേണം. ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഒരുപാട് സൂറത്ത് ആയത്ത് പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ റെഫറൻസ് ചിലപ്പോൾ തരാൻ 1-2 സമയത്തൊക്കെ വിട്ടു പോകാറുണ്ട്. ചിലപ്പോൾ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ടല്ലോ തിരക്കിൽ. അങ്ങനെ നിങ്ങൾ ചോദിക്കില്ല ഏത് സൂറത്ത് എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ സുഹൃത്തിൻ്റെ റെഫറൻസ് ചോദിച്ചാൽ നിങ്ങൾക്ക് ഞാൻ തരാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു അമർഷം എന്തായിരിക്കും? അതോടൊപ്പം തന്നെ എനിക്കുണ്ടാകുന്ന കുറ്റബോധം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇനി ക്ലാസ്സുകൾ എടുക്കുമ്പോൾ ആയത്തുകൾ പറഞ്ഞു പോവാതെ ഇത്രാമത്തെ സൂറത്തിൽ ഇന്ന ആയത്താണ് ഈ ആയത്ത് എന്ന് കൂടി പറയാൻ പറ്റണം. എന്ന് വെച്ചാൽ മറ്റൊരാൾക്ക് കൗണ്ടർ ചെക്ക് ചെയ്യാനുള്ള ഇത്. അത് മാത്രമല്ല, അങ്ങനെ പറയുമ്പോൾ എന്താ ഗുണം പറഞ്ഞാൽ നിങ്ങൾ പറയുന്നതിൻ്റെ ഒത്തൻറ്റിസിറ്റി കൂടിയും കൂടുന്നുള്ളതാണ്. ഇനി നമ്മൾ ആ ഒരു ലെവലിലേക്ക്, ആ ഒരു വിധാനത്തിലേക്ക് നമ്മൾ ഉയരണം. ഓക്കെ, കേവലം ഒരു ഖുർആൻ ക്ലാസ് എടുക്കുന്ന ആയിട്ട് മാത്രം മാറരുത്. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ക്രിസ്റ്റൽ ആയിരിക്കണം, ടു ദ പോയിന്റ് ആയിരിക്കണം, ആയത്ത് ബേസ്ഡ് ആയിരിക്കണം, അല്ലെങ്കിൽ വിത്ത് പ്യൂർ എവിഡൻസ് ആയിരിക്കണം. ലൈഫായ ഹദീസ് ആണെങ്കിൽ ലൈഫായ ഹദീസ് അങ്ങനെ ഉണ്ട്, എന്നാൽ മറ്റേ മുത്തഫിഖായ ഹദീസ് ഇങ്ങനെ ഉണ്ട്, ഖുർആന്റെ ആയത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ബാക്കി അല്ലാഹു അഅലം, ദിസ് ഈസ് വാട്ട് ഐ നോ. ഓക്കെ, എന്ന രൂപത്തിൽ നമുക്കിനി പറയാൻ പറ്റും. അപ്പോൾ നമ്മളെ ഉത്തരങ്ങൾ കാര്യങ്ങളൊക്കെ ബേസ്ഡ് ഓൺ എവിഡൻസ് ആയിരിക്കണം. അപ്പോൾ അതാണ് പറഞ്ഞത്, എല്ലാ തലമുറയിലും ഒരു സാബിഖൂൻ ഉണ്ടാവും. പക്ഷെ എന്താണ്, ഓരോരോ തലമുറയിൽ ആ നമ്പർ ഓഫ് സാബിഖൂൻ എന്താവും, എണ്ണം കുറയുന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തെ കൂട്ടർ ആരെ കുറിച്ചാണ് സൂറത്തുൽ വാഖിയ പറഞ്ഞത്? ദ ഫസ്റ്റ് പീപ്പിൾ, ഏറ്റവും എലീറ്റ് ആയിട്ടുള്ള സ്വർഗത്തിലേക്ക് പോകുന്ന ഒരാളുകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഞാനിപ്പോൾ എൻ്റെ സ്ക്രീനിൽ കാണുന്ന 2, 4, 6, 8, 10, 11 ആൾക്കാരെ മാത്രമേ ഞാൻ കാണുന്നു കേട്ടോ. ഓക്കെ, ഞാൻ അവരോട് മാത്രം ഇപ്പോൾ ക്ലാസ് ഉണ്ട്, കാരണം അവരെ മാത്രമേ കാണുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ മറയുടെ ബാക്കിലാണ്, കർട്ടൻ്റെ ബാക്കിലാണ്. അത് അല്ലാഹു അഅലം, എനിക്കെന്തെന്ന് അറിഞ്ഞുകൂടാ. ഓക്കെ, രണ്ടാമത്തെ കൂട്ടർ എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഞാൻ ഈ പറയുന്ന സംഗതി എന്ത് ബേസ് ചെയ്തുകൊണ്ടാണ്? ഇതാണ് ആയത്തുകൾ. അസ്സാബിഖൂൻ ഉലൈക്കൽ മുഖറബൂൻ ഫീ ജന്നാത്തിൻ നഈം സുല്ലത്തു മിനൽ അവ്വലീൻ വഖലീലുൻ മിനൽ ആഖിരീൻ. സുല്ലത്തു മിനൽ അവ്വലീൻ തുടക്കത്തിലെ 1/3 ആണ്, അവസാന കാലിൽ വെച്ച് വരുമ്പോൾ വളരെ കുറച്ചുണ്ടാവുള്ളൂ. ആരെ? ഈ സാബിഖൂന്. ഞാൻ പറഞ്ഞില്ലേ, പ്രവാചകന്റെ കാലത്തോട് അടുത്ത് നിൽക്കുമ്പോൾ അസ്സാബിഖൂനിലെ എണ്ണം കൂടും, കുറേ കാലം കഴിഞ്ഞ് വന്നാൽ ആ സാബിഖൂനിലെ എണ്ണം കുറയും. ബട്ട് ദേ വിൽ ബി സം സാബിഖൂൻ ഇൻ ഈച്ച് ജനറേഷൻ. കേട്ടാ? രണ്ടാമത്തെ ആളുകൾ എന്ന് പറഞ്ഞാൽ ദ പീപ്പിൾ ഓഫ് ദി റൈറ്റ് ഹാൻഡ്, വലം കൈയിൽ ഗ്രന്ഥം നൽകപ്പെടുന്ന ആളുകളെ കുറിച്ചാണ്. അസ്ഹാബുൽ യമീൻ മാ അസ്ഹാബുൽ യമീൻ എന്ന് പറഞ്ഞാൽ, ഒന്ന് എലീറ്റായിട്ട് ഏറ്റവും മുന്തിയ പ്രിഫറൻസിൽ സ്വർഗത്തിൽ പ്രവേശിച്ച ആൾക്കാർ. രണ്ടാമതും കുറച്ച് ആൾക്കാർ സ്വർഗത്തിൽ പ്രവേശിക്കും. അവരെന്താണ്, കുറച്ചും കൂടിയും താഴ്ന്ന കാറ്റഗറിയാണ്. ഏറ്റവും ഹയസ്റ്റ് ഗ്രേഡ് അല്ല, അതായത് A+ അല്ല, ഒരു B+ ആളുകൾ. ആദ്യത്തെ ആൾക്കാർ Aയും A+ ആണ്.
രണ്ടാമത്തെ ആൾക്കാർ സ്വർഗത്തിൽ പോകുന്ന ആൾക്കാരാണ് ബി+C+, അങ്ങനത്തെ ആൾക്കാർ. അതാണ് അസ്ഹാബിൽ യമീനി മാ അസ്ഹാബിൽ യമീൻ. അവരുടെ പ്രത്യേകത എന്താ? അവരുടെ മറ്റേ ഡീഡ്സ്, അവർ ചെയ്തിട്ടുള്ള മറ്റേ അമലുകളുടെ കിതാബ് അവരുടെ വലം കയ്യിലെ കൊടുക്കുക. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് അവർ എത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അവർ ഏറ്റവും എലീറ്റ് ക്ലാസ് അല്ല, പക്ഷെ അവർ നരകത്തിലേക്ക് പോകുന്നവരല്ല. ഓക്കെ, അതാണ് രണ്ടാമത്തെ ക്ലാസ്. മൂന്നാമത്തെ പീപ്പിൾ എന്ന് പറഞ്ഞാൽ ദ പീപ്പിൾ ഓഫ് ദ ലെഫ്റ്റ് ഹാൻഡ്, ഇടത്തെ കയ്യിൽ ഗ്രന്ഥം നൽകപ്പെട്ടത്. അവരാണ് അസ്ഹാബു ഷിമാലി മാ അസ്ഹാബു ഷിമാൽ. അവരെങ്ങോട്ടാണ് പോണത്? അവർ നരകത്തിലേക്ക് പോകുന്ന ആളാണ്. ഓക്കെ, പീപ്പിൾ ഗോ ടു ഹെൽ. കാരണം അവരുടെ ഗ്രന്ഥം കൊടുത്തിരിക്കുന്നത് ഇടത്തെ കയ്യിലാണ്, വലത്തെ കയ്യില. അപ്പോൾ അവരുടെ കയ്യിൽ ഇപ്പം അത്ര മാത്രമായിരുന്നു. അതുകൊണ്ടാണ് മൂന്നാമത്തെ കൂട്ടിൽ നേർക്ക് നേരെ നരകത്തിൽ പോണവരാ. പിന്നെ അത് കഴിഞ്ഞ് നാലാമത്തെ കാര്യം ഖുർആന് ആ സൂറത്തുൽ വാഖിയിൽ പറഞ്ഞെന്ന് വെച്ചാൽ അഫറഅയ്തും മാ തുംനൂൻ അഫറഅയ്തും മാ തഹ്റുസൂൻ അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് നിങ്ങൾ വിതക്കുന്ന വിത്ത് അത് മുളപ്പിക്കുന്നത് നിങ്ങളാണോ അതോ ഞാനാണോ? മുളപ്പിക്കുന്നത് കുടിക്കുന്ന ജലം കണ്ടോ നിങ്ങളാണോ? മേഘത്തിൽ നിന്ന് അത് വർഷിച്ചത് അതോ വർഷിക്കുന്നത് ഞാനാണോ? എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള കുറേ ചോദ്യങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ഓക്കെ, അള്ളാഹ്സ് ക്രിയേഷൻ. നാലാമത്തെ ടോപ്പിക് എന്താണ്? അള്ളാഹുവിൻ്റെ ക്രിയേഷൻ. അതാണ് നാലാമത്തെ ടോപ്പിക്ക്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ജനങ്ങളോട് എന്താ ആവശ്യപ്പെടുന്നത്? അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ചിട്ട് ആലോചിക്കുവാനും, എന്നിട്ട് അള്ളാഹുവിന് മാത്രമേ ഇത്തരത്തിലുള്ള മറ്റേ സൃഷ്ടി ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ, നിങ്ങൾക്ക് സാധിക്കൂല എന്ന ഒരു രൂപത്തിലാണ് ഈ ആയത്തുകൾ പറയുന്നത്. അഞ്ചാമത്തെ വിഷയം എന്താ? പിന്നെ പറയുന്ന വിഷയം എന്താ? ഫലാ ഉഖ്സിമു ബിമവാഖിഇൻ നുജൂം വഇന്നഹു ലഖസ്മുൻ ലൗ തഅലമൂന അളീം ഇന്നഹു ലഖുർആനുൻ കരീം ഫീ കിതാബിൻ മക്നൂൻ ലാ യമസ്സുഹു ഇല്ലൽ മുതതഹ്ഹറൂൻ തൻസീലുൻ മിർ റബ്ബിൽ ആലമീൻ അഫി ബിഹാദൽ ഹദീസ് അൻതും മുദ്ഹിനൂൻ വതജഅലൂന റിസ്ഖക്കും അന്നകും തുകദ്ദിബൂൻ. ഇതൊക്കെ എന്തിനെ കുറിച്ചാണ് പറഞ്ഞത്? ഖുർആൻ, വിശുദ്ധ ഖുർആനെ കുറിച്ചിട്ടാണ് ഇവിടെ. ദ അമേസിങ് നേച്ചർ ഓഫ് ദി ഖുർആൻ, ഖുർആന്റെ മനോഹരമായ സ്വഭാവത്തെ കുറിച്ചിട്ടാണ് ഇവിടെ അഞ്ചാമത്തെ ടോപ്പിക്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ വാഖിയയിൽ നമ്മളോട് പറയുന്നത്. ഓക്കെ, ഒന്ന് റീക്യാപ്പ് ചെയ്യാം. സൂറത്തുൽ വാഖിയയുടെ എത്ര തീമുണ്ട്? 5 തീം. ഒന്നാമത്തെ തീം എന്താ? അതായത് എലീറ്റ് ക്ലാസ്, അല്ലേ? A+ വാങ്ങിയിട്ട് അല്ലെങ്കിൽ 100ക്ക് 100 മാർക്ക് വാങ്ങിയിട്ട് സ്വർഗ്ഗത്തിൽ പോകുന്ന ആളുകൾ. ഓക്കെ, രണ്ടാമത്തെ ആൾക്കാരാണ്? വലതുപക്ഷം. അതായത് ഏറ്റവും ടോപ്പല്ല, എന്നാൽ നരകത്തിൽ പോവില്ല, സ്വർഗത്തിലേക്ക് പോകുന്ന ആളുകൾ. സംഭവം നരകത്തിന്റെ വാക്കിന് രക്ഷപ്പെട്ട് സ്വർഗത്തിലേക്ക് ചാടിയ ആൾക്കാർ. ഓക്കെ, മൂന്നാമത്തെ കൂട്ടുകാരാണ്? നേരെ ഡയറക്റ്റ് മറ്റേ ഒരു എന്താണ് മറ്റേ കണക്ഷൻ ഫ്ലൈറ്റ് ഇല്ലാതെ നേരെ നരകത്തിൽ പോകുന്നവർ. ഓക്കെ, മൂന്നാമത്തെ ആൾക്കാർ. അപ്പോൾ നരകത്തിൽ പോകുന്ന ആൾക്കാരാണ് മൂന്നാമത്തെ 5 വിഷയത്തിൽ. അപ്പം നടക്കുന്ന ആൾക്കാരാരാ? മൊത്തം വിഷയം പറഞ്ഞു കൊടുത്ത് നടുക്ക് നിൽക്കുന്ന ആൾക്കാർ ആരെ കുറിച്ചിട്ടാണ്? നരകത്തിൽ പോണവരാണ്. നാലാമത്തെ ആൾക്കാരാണ് വിഷയം എന്താണ്? അള്ളാഹുവിൻ്റെ ക്രിയേഷനെ കുറിച്ചിട്ടാണ് സൂറത്തുൽ വാഖിയ പരാമർശിക്കുന്നത്. അഞ്ചാമത്തെ വിഷയം എന്താണ് പറയുന്നത്? ഖുർആന്റെ മഹത്വത്തെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ 5 ടോപ്പിക്സും മനസ്സിലെ വാഖിയയിലെ. ഓക്കെ, അത് മനസ്സിൽ വെക്കുക. ലെറ്റ്സ് കം ടു സൂറത്തുർ റഹ്മാൻ. സൂറത്തുർ റഹ്മാൻ ഒന്നാമത് പറഞ്ഞതാണ് അർ റഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ അല്ലമഹുൽ ബയാൻ. എന്താ വിഷയം? ഖുർആനെ കുറിച്ച് തന്നെ. ഖുർആനെ കുറിച്ചാണ് തുടങ്ങുന്നത്. ദ ഗ്രേറ്റ്നസ് ഓഫ് ദ ഖുർആൻ, അല്ലേ? അപ്പൊ ഒന്നാമത്തെ വിഷയം എന്ന് പറഞ്ഞാല് മറ്റേ എന്താണ്? ഖുർആനെ കുറിച്ചിട്ടാണ് പരാമർശം. അതാണ് ഒന്നാമത്തെ. ഇവിടെയും 5 തീമുണ്ട് കേട്ടാ. സൂറത്തുർ റഹ്മാനിലും 5 തീമുണ്ട്. ആദ്യത്തെ തീം എന്താണ്? ഖുർആനെ കുറിച്ചിട്ടാ. സൂറത്തുൽ വാഖിയയിലെ ലാസ്റ്റ് തീം എന്തായിരുന്നു? ഖുർആന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച്. യെസ്. അപ്പോൾ സൂറത്തുൽ വാഖിയയിലെ അവസാനത്തെ തീമും സൂറത്തുർ റഹ്മാനിലെ ആദ്യത്തെ തീമും ഖുർആനാണ്. ഓക്കെ, ഇനി സെക്കൻഡ് തീം എന്താണ്? അശ്ശംസു വൽ ഖമറു ബിഹുസ്ബാൻ വന്നജ്മു വശ്ശജറു യസ്ജുദാൻ വസ്സമാഅ റഫഅഹാ വവദഅൽ മീസാൻ. എന്താ കുറിച്ചാ പറഞ്ഞത്? അള്ളാഹുവിന്റെ ക്രിയേഷൻസിനെ കുറിച്ച്. അള്ളാഹുവിന്റെ ക്രിയേഷനെ കുറിച്ചിട്ടാണ്. എന്താണ് മറ്റേ സൂറത്തുർ റഹ്മാന്റെ രണ്ടാമത്തെ തീം. സൂറത്തുൽ വാഖിയയിൽ അങ്ങനെ പറയുന്നുണ്ടോ അള്ളാഹുവിന്റെ ക്രിയേഷനെ കുറിച്ചിട്ട്? നാലാമത്തെ ഭാഗം. ഓക്കെ, ഇനി മൂന്നാമത്തെ ഭാഗം എന്താണ്? കുല്ലു മൻ അലൈഹാ ഫാൻ ഫയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം
ഹാദിഹി ജഹന്നമുല്ലത്തി യുകദ്ദിബു ബിഹൽ മുജ്രിമൂൻ. എന്താ വിഷയം ഇവിടെ? തിരുമേൽ അവിശ്വാസികൾ, കുറ്റവാളികൾ. അവർ നരകത്തിൽ പോണ കാര്യത്തെ കുറിച്ചാണ് പറഞ്ഞത് അല്ലേ? ഉം. യൗമുൽ ഖിയാമയെ കുറിച്ചാണ് പറഞ്ഞത്. അതെന്താ? ഹെൽ ഫയറിനെ കുറിച്ചിട്ട്. ഓക്കെ, ജഡ്ജ്മെന്റ് ഡേനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. വിഷയം പരലോകാണ്. ആ വിഷയത്തെ കുറിച്ചിട്ട് സൂറത്തുൽ വാഖിയ പറയുന്നുണ്ടാ? ഉം. ഏ ഇടതുപക്ഷക്കാരെ കുറിച്ച് പറയുമ്പോ യെസ്, അവരെടുക്കാൻ പോവുക. നരകത്തില്. ഇവിടെ ഇവിടെ എന്തിനെ കുറിച്ചാണ് പറഞ്ഞത്? ഇവിടെ നരകത്തെ നരകത്തിനെ കുറിച്ചും നരകത്തെ കുറിച്ച് പറയുന്നുണ്ട് അല്ലേ? അപ്പോ സൂറത്തുൽ വാഖിയയിലെ മൂന്നാമത്തെ സബ്ജക്റ്റും സൂറത്തുൽ റഹ്മാനിലെ മൂന്നാമത്തെ സബ്ജക്റ്റും തമ്മിൽ ബന്ധമുണ്ടോ? ഉണ്ട്. റിലേറ്റഡ്. ഓക്കെ, ഇനി നാലാമത്തെ വിഷയം, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. റബ്ബിന്റെ സന്നിധിയിൽ ഹാജരാക്കേണ്ടി വരുമെന്ന് ഭയപ്പെട്ടു ഓരോരുത്തർക്കും ഈ 2 ഉദ്യാനങ്ങളുണ്ട്. എന്നുള്ളത് 2 ജന്ന ഉണ്ട് അവർക്ക്. ഓക്കെ, അപ്പോ ഇത് ഏത് സ്വർഗത്തെ കുറിച്ചാണ് പറഞ്ഞത്? സൂറത്ത് ഇത് റഹ്മാൻ. ഇത് ഫസ്റ്റ് ക്ലാസ് സ്വർഗമാണോ സെക്കൻഡ് ക്ലാസ് സ്വർഗമാണോ? സെക്കൻഡ് ഇത് Second ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ എന്ന് അറിയണമെങ്കിൽ നമുക്ക് ഒന്നുകൂടി താഴത്തേക്ക് പോവാം. വമിൻ ദൂനിഹിമ ജന്നതാൻ. അത് കൂടാതെ അവർക്ക് 2 സ്വർഗങ്ങളും വേറെയും കൊടുക്കും. അപ്പൊ അവസാനം പറഞ്ഞ കൂട്ടർക്ക് എത്ര സ്വർഗ? അത് രണ്ടുപേരും കൂടി ചേർത്ത് പറഞ്ഞാണോ? അല്ലടോ, ഇത് വമിൻ ദൂനിഹിമ, ഈ 2 ഉദ്യാനങ്ങൾക്ക് പുറമെ 2 തോപ്പുകൾ വേറെയും ഉണ്ട്. അതാർക്കാ? അത് ഫസ്റ്റ് ക്ലാസ് ആയിരിക്കും. ആ അപ്പോ നാലാമത്തെ വിഷയം എന്ന് പറഞ്ഞത് വലത്തെ കയ്യിൽ ഗ്രന്ഥം നൽകപ്പെട്ട ആളുകൾക്ക് കുറിച്ചിട്ടാണ്. അതായത് അവർ സ്വർഗത്തിലേക്കാണ്, നരകത്തിലേക്കല്ല. നരകത്തിനെ പോകുന്ന രക്ഷപ്പെട്ട് സ്വർഗത്തിലേക്ക് പോകുന്നവരാ. അവർക്ക് അള്ളാഹു 2 സ്വർഗം കൊടുക്കും. പക്ഷേ ഏറ്റവും മുതിർന്ന ആൾക്കാരില്ലേ, ഈ 2 സ്വർഗം കൂടാതെ 2 വേറെ കൊടുക്കും. എന്നിട്ട് 4 സ്വർഗമായി. 4 തോപ്പുകളായി, 4 ഗാർഡൻസ്. അപ്പൊ 4 ഗാർഡൻസ് കിട്ടുന്ന ആരാണ്? എലീറ്റ് ക്ലാസ് ആണ്, A+ ആരാ? ഇവിടെ നാലാമത്തെ ആരെ കുറിച്ചാ പറഞ്ഞത്? B+ഉം B വാങ്ങിയ ആൾക്കാരെ കുറിച്ചിട്ടാ. എന്ന് പറഞ്ഞാൽ ഒരു എക്കോണമി ക്ലാസ് ജന്നയും എലീറ്റ് ക്ലാസ് ജന്ന. മനസ്സിലായില്ലേ? ഇനി നിങ്ങൾ 2 ഭാഗത്ത് വെറുതെ എഴുതിക്കോളി, അൽ വാഖിയ അർ റഹ്മാൻ. ഒരു ഭാഗത്ത് അൽ വാഖിയ എഴുതിക്കോളി. സൂറത്തുൽ വാഖിയക്കും അർ റഹ്മാനും 5 തീമാണുള്ളത്, എഴുതി വെക്കുക. 5 തീംസ് ഫോർ സൂറത്തുൽ വാഖിയ ആൻഡ് റഹ്മാൻ. എന്നിട്ട് ഇടത് ഭാഗത്ത് ഹെഡിങ്ങിൽ എഴുതുക അൽ വാഖിയ. ഒരു പേജിന് 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. ഇടത് ഭാഗത്ത് അൽ വാഖിയ എന്ന് എഴുതുക, വലത് ഭാഗത്ത് അർ റഹ്മാൻ എന്ന് എഴുതുക. ഓക്കെ, എന്നിട്ട് നമ്പർ 1 വാഖിയയിൽ ആദ്യത്തെ ആരെ കുറിച്ചാണ് പരാമർശിച്ചത്? ഫസ്റ്റ് പീപ്പിൾ, അതായത് എലീറ്റ് ജന്ന, ഏറ്റവും ഫസ്റ്റ് ക്ലാസ് ജന്ന. രണ്ടാമത്തെ വിഷയം ആരാണ്? വലത് കയ്യിൽ മറ്റേ ഗ്രന്ഥം നൽകപ്പെട്ടവർ, അതായത് അഗെയിൻ ദോസ് ഹു മേഡ് ടു ജന്ന, രണ്ടാമത്തെ ക്ലാസ്. മൂന്നാമത്തെ ആൾക്കാർ ആരെ കുറിച്ചാണ്? നരകത്തിൽ പോണവരെ കുറിച്ചിട്ട്. നാലാമത്തെ ആരാണ്? അഞ്ചാമത്തെ എന്താണ്? ഖുർആന്റെ മഹത്വം. സൂറത്തുർ റഹ്മാനിലേക്ക് വരാം. ഒന്നാമത്തെ വിഷയം എന്താണ്? ഖുർആന്റെ മഹത്വം. രണ്ടാമത്തെ വിഷയം എന്താണ്? അള്ളാഹുവിന്റെ സൃഷ്ടിപ്പ്. മൂന്നാമത്തെ വിഷയം എന്താണ്? നരകത്തിൽ പോണവര്. നാലാമത്തെ വിഷയം എന്താണ്? സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നവർ. യെസ്, നരകത്തെ രക്ഷപ്പെട്ട് സ്വർഗത്തിലേക്ക് പോണവര്. അഞ്ചാമത്തെ വിഷയം എന്താണ്? ഏറ്റവും സൂപ്പർ ക്ലാസ് ആയിട്ട് വന്ദേ ഭാരത്തിൽ പോണ ആൾക്കാർ, എവിടേക്ക്? സ്വർഗത്തിലേക്ക് പോണവര്. അപ്പൊ ഇനി നിങ്ങൾ നോക്കി, സൂറത്തുൽ വാഖിയയിലെ ഒന്നാമത്തെ സബ്ജക്റ്റും സൂറത്തുർ റഹ്മാനിലെ 5ാമത്തെ സബ്ജക്റ്റും തമ്മിൽ ബന്ധമുണ്ട്. ഓക്കെ, സൂറത്തുൽ വാഖിയയിൽ 2ാമത്തെ വിഷയവും സൂറത്തുൽ റഹ്മാനിലെ 4ാമത്തെ വിഷയവും തമ്മിൽ ബന്ധമുണ്ട്. സൂറത്തുൽ വാഖിയയിലെ 3ാമത്തെ വിഷയവും അർ റഹ്മാനിലെ 3ാമത്തെ വിഷയവും തമ്മിൽ ബന്ധമുണ്ട്. സൂറത്തുൽ വാഖിയയിലെ 4ാമത്തെ വിഷയവും സൂറത്തുൽ റഹ്മാനിലെ 2ാമത്തെ വിഷയവും തമ്മിൽ ബന്ധമുണ്ട്. സൂറത്തുൽ വാഖിയയിലെ അവസാനത്തെ വിഷയവും റഹ്മാനിലെ ആദ്യത്തെ വിഷയവും തമ്മിൽ ബന്ധമുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് സിമിട്രി തോന്നുന്നുണ്ടോ? ഇപ്പൊ നിങ്ങൾ 2ആയിട്ട് മുറിച്ചിട്ട് ഒരു വാഖിയ പുറത്തും റഹ്മാൻ ഇവിടെ വെക്കുമ്പോൾ നിങ്ങൾക്ക് 1ഉം 5ഉം, 2ഉം 4ഉം, 3ഉം 3ഉം, 4ഉം 2ഉം, 5ഉം 1ഉം എന്ന രൂപത്തിൽ നിങ്ങൾക്ക് ഒരു ബന്ധം തോന്നുന്നുണ്ടോ? ഇതാണ് എന്ത്?
മറ്റേ ഈ രണ്ട് സൂറത്ത് തമ്മിലുള്ള ഒരു സിമിട്രി അതാണ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് മനോഹരമായിട്ട് വേറെ സാധനം കാണിച്ചു തരാം. ആയത്തുൽ കുർസി. നിങ്ങൾ നേരെ സൂറത്തുൽ ബഖറ എടുത്തിട്ട് ആയത്തുൽ കുർസി എടുത്തേ. ഉം. 255 ആയത്താണ് സൂറത്തുൽ ബഖറയിലെ ആയത്തുൽ കുർസി. 255. കിട്ടിയാ? ആ. എല്ലാവരും എടുത്തില്ലേ? റെഡി? ഓക്കെ അല്ലേ? ഓക്കെ. ആയത്തുൽ കുർസി ഒറ്റ ആയത്താ. ഓക്കെ, ഒറ്റ ആയത്തല്ലേ? ഓക്കെ. ആ ഒറ്റ ആയത്ത് എത്ര പാട്ടുണ്ട്? നോക്കിയൊക്കെ വെറുതെ എത്ര പാട്ടുണ്ട്? 1 2 3 4 എന്നൊക്കെയാ. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ഓക്കെ, അതൊരു സെന്റൻസാ. ലാ തഅഖുദുഹു സിനത്തും വലാ നൗം, അത് രണ്ടാമത്തെ സെന്റൻസാ. ലഹു മാഫിസ് സമാവാതി വമാഫിൽ അർള്, അത് മൂന്നാമത്തെ സെന്റൻസാ. മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി, അത് ഒരു ഫുൾ സെന്റൻസാ. യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും, ഓക്കെ, അതൊരു സെന്റൻസാ. പിന്നെ വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ വസിഅ കുർസിയുസ് സമാവാതി വൽ അർദ് വലാ യഊദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയുൽ അലീം. അപ്പൊ അങ്ങനെ എത്ര ഭാഗമുണ്ട് ഫാത്തിഹ എന്നാണ് ആയത്തുൽ കുർസിക്ക്? 9. യെസ്, 9 പാർട്സ്, 9 സെന്റൻസസ്. 9 സെന്റൻസുകളെ ചേർത്ത് വെച്ചപ്പോഴാണ് നിങ്ങൾക്ക് എന്ത് കിട്ടുന്നത്? ആയത്തുൽ കുർസി കിട്ടുന്നത്. ഇതിന്റെ മറ്റേ സൂറത്തുൽ ബഖറയുടെ ഖുർആൻ ക്ലാസ് എടുക്കുന്ന സമയത്ത്, ഖുർആൻ സ്റ്റഡി സെന്ററിൽ എടുക്കുമ്പോൾ ഈ ആയത്തുൽ കുർസി ഞാൻ തീർക്കാൻ വേണ്ടി പോണത് ഒരു 3 ആഴ്ച ചുരുങ്ങി എടുത്തിട്ടുണ്ടാവും, 3-4 ആഴ്ച എടുത്തിട്ടുണ്ടാവും ഈ ആയത്തുൽ കുർസിനെ മാത്രം ക്ലാസ് എടുക്കാൻ. 9 സെന്റൻസുകളാണത്. അത്രയും ആഴമേറിയ ഒരു വിശദീകരണം ആവശ്യപ്പെടുന്ന ഒരു ആയത്താണ് ഈ ആയത്ത്. ഇനി ഇത് തമ്മിലുള്ള ഇതിന്റെ അർത്ഥം നോക്കാം നമുക്ക്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം, എന്താണ് അർത്ഥം? അല്ലാഹു അല്ല അല്ലാഹു ഇല്ല, അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ. ആ, അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു. അല്ലാഹു അല്ലാതെ ഒരു ഇലാഹില്ല. ഏ യും സർവനിയന്താവും ജീവിതായുള്ളവരുമാകുന്നു. ഓക്കെ. രണ്ടാമത്തെ ലാ തഅഖുദുഹു സിനത്തും വലാ നൗം. അവനെ അവന് ക്ഷീണമോ മയക്കമോ ബാധിക്കുന്നില്ല. പിടികൂടുകയില്ല. ഓക്കെ. ലഹു മാഫിസ് സമാവാതി വമാഫിൽ അർദ്. ആകാശഭൂമികളിൽ ഇറങ്ങി നിൽക്കും ഏ അവനാ. ലഹു മാഫിസ് സമാവാതി വമാഫിൽ അർദ്. ആകാശഭൂമികളിൽ നിറഞ്ഞു നിൽക്കുന്ന അസ്തിത്വമാണ്. ആ, ലഹു മാഫിസ് സമാവാതി, അത് അവർക്ക് അതിനുള്ളതാണ് ആകാശത്ത് ഭൂമി എന്തൊക്കെ ഉണ്ട് അതൊക്കെ ആർക്കാവുന്നു? അള്ളാഹുവിനാകുന്നു എന്നുള്ളതാണ് അല്ലേ? ഓക്കെ. പിന്നെ മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി, അവന്റെ അനുവാദമില്ലാതെ അവന്റെ അടുത്ത് ശുപാർശ ചെയ്യാൻ ആരാണുള്ളത്? ഓക്കെ, ആരുമില്ല എന്നുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും, അവന്റെ മുന്നിലും മുമ്പിലുള്ളതും പിന്നിലും വലയം പിന്നിലുള്ളതും ചെയ്യുന്നതും അറിയുന്നു. അവനറിയുന്നു.
എല്ലാം അവന്റെ കയ്യിൽ എന്താന്നുള്ളതും അതിന്റെ അർത്ഥം എന്താ? അവന്റെ മുമ്പിലുള്ളതും പിന്നിലുള്ളതും. എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണുള്ളത്? അള്ളാന്റെ മുമ്പിലുള്ള കാര്യവും അള്ളാന്റെ ബാക്കിലുള്ള കാര്യം അറിയുന്നതാണ് അർത്ഥം. എല്ലാം അറിയുന്നു എന്ന്. എല്ലാത്തിനെ കുറിച്ചിട്ടും അറിയാം. ഓക്കെ. സൂക്ഷ്മമായി അറിയുന്നവനാണ്. വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാ. ഒന്നും അവന്റെ അറിവിൽപ്പെട്ടതല്ലാതെ ഇല്ല. ഏ അള്ളാന്റെ അറിവോടുകൂടിയിട്ടില്ലാണ്ടൊന്നും. യെസ്, എവറിഥിങ് ഹാപ്പൻസ് വിത്ത് ദി നോളജ് ഓഫ് അല്ലാഹ്. അല്ലേ? ഇത് എത്രാമത്തെ ആയത്താണ് നമ്മള് ബഖറയിലെ? 55. 255. 255. വസിഅ സമാവാതി. ആ, അതിന്റെ അർത്ഥം എന്താ? അവന്റെ കുർസി സിംഹാസനം ഭൂമി. വസിഅ കുർസിയു സമാവാതി വൽ അർദ്. ഹിസ് throne encompasses the whole. ആകാശം ഭൂമിയും ഉണ്ട് അല്ലേ? വലാ യഊദുഹു ഹിഫ്ളുഹുമാ. അവ രണ്ടിന്റെയും സംരക്ഷണം അവന് ഭാരമാവുന്നില്ല. No, nothing overtakes him. വഹുവൽ അലിയുൽ അലീം. മഹാനും അവനാണ് ഉന്നതനുമാണ്. ഉന്നതനും മഹാൻ. ഓക്കെ. അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? നിങ്ങൾ നോട്ട്ബുക്കിൽ ഈ പറയുന്ന 9 സെന്റൻസ് ആയിട്ട് ആയത്തിൽ കുറിച്ച് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് ഇനി നോക്കാം. 9 എണ്ണയില്ലേ? അപ്പോ 9 അതെ അല്ലേ? അപ്പോ ഇതാണ് 1, ഇതാണ് 9 എന്ന് കൂട്ടിക്കോളി. ആദ്യം പറഞ്ഞ സംഗതി എന്താ? അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു. അള്ളാഹുവിന്റെ എന്തിനെ കുറിച്ചാ പറഞ്ഞത്? അള്ളാഹുവിന്റെ സിഫത്തിനെ കുറിച്ചാണ്. സിഫത്തിനെ കുറിച്ചാണ്, ഡിസ്ക്രൈബിങ് ദി നേച്ചർ ഓഫ് അല്ലാഹ്. അവസാനത്തെ എന്താ പറഞ്ഞത്? 9ാമത്തെ പോർഷൻ അലിയൻ. ഒരു മഹാനുമാണ്. അല്ലെ? അലിയൻ. അപ്പൊ രണ്ടും എന്താണ്? 1ാമത്തതും 9ാമത്തതും എന്താ? സിഫത്ത്. അള്ളാഹുവിന്റെ സിഫത്ത്. അപ്പൊ നിങ്ങൾ മാർക്ക് ചെയ്തോളി 1 to 9. അതാദ്യം എഴുതി വെക്കണം. എന്നിട്ട് 1, 2, 3, 4 അങ്ങനെ മറ്റേ എന്താണ് 1 മുകളിൽ ഇടുക. അടിയിലത്തെ 9 എന്നുള്ളത് ലിങ്ക് ചെയ്യുക. അപ്പൊ 1ാമത്തെ പാർട്ടും 9ാമത്തെ പാർട്ടും ടോക്സ് അബൌട്ട് ദ സെയിം തിങ് അല്ലേ? അള്ളാഹിന്റെ സിഫത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി ലുക്ക് അറ്റ് പാർട്ട് 2. 2ാമത്തെ ഭാഗം എന്താ? അവനെ ഉറക്കമോ മയക്കമോ ബാധിക്കുന്നതില്ല. ഇല്ല. ഓക്കെ. ഇനി അതിനോട് സാമ്യമായിട്ടുള്ള ഒരു സെന്റൻസ് വേറെ ഏതാ? അവൻ അവ രണ്ടിന്റെയും ഇത് ഭാരമാവുകയില്ല. അവന്റെ രണ്ടിനും വലാ യഊദുഹു ഹിഫ്ളുഹുമാ. അതിന്റെ സംരക്ഷണത്തിൽ എന്താണ്? അള്ളാഹുവിന് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുമില്ല അല്ലേ? അവൻ ഉറങ്ങുന്നില്ല, ഉറക്കം ബാധിക്കുന്നില്ല, ക്ഷീണം ബാധിക്കുന്നില്ല. ഇതിന്റെ സംരക്ഷണത്തിന് എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. രണ്ടും തമ്മിൽ ബന്ധണ്ട. 2ാമത്തെ ഭാഗവും 8ാമത്തെ ഭാഗവും തമ്മിൽ ബന്ധണ്ട. സോജന്താ പിടിച്ച് മനസ്സിലായി ഇങ്ങനെ അന്തം വിട്ടിരിക്കണ്. ഒന്നൊരു അല്ല, ഒരു മിനിറ്റ്. സോജക്ക് മനസ്സിലായ ഞാൻ ഇങ്ങോട്ടത് പോണെന്നുള്ള മനസ്സിലായ? When you divide this full ayah into 9 parts, okay? If you look at the part number 1 and part number 9, it matches. It talks about the same thing. Part number 2 speaks about la ta'khudhuhu sinatun wala nawm. He does not take a sleep or a nap. Okay? And part 8 says wala ya'udu hifluhuma. That the protection of the whole the earth and the sky does not make him tired. So does it link? ലിങ്ക് ആണല്ലേ? യെസ്. ഓക്കെ. അപ്പൊ ഇതാണ് നിങ്ങൾ ക്യാമറ തന്നുള്ള ഗുണം. നിങ്ങളെ കണ്ടാൽ മനസ്സിലാവും ഇത് എല്ലാ പ്രശ്നമുണ്ട്. അപ്പൊ എനിക്ക് പറഞ്ഞു തരാൻ പറ്റും. ബാക്കിയുള്ളവർ മറ്റേ ഓഫാക്കി ഇരിക്കുന്നവർക്ക് അവരുടെ മനസ്സിൽ കൂടെ എന്താണ് പോകുന്നുള്ള ഒരു പിടുത്തം എനിക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് ഐ കാൺ ഹെൽപ്പ് യു ഗൈസ്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ അതിങ്ങനെ ആവശ്യപ്പെടുന്നത്. Now look at number 3, part number 3. ലഹു മാഫി സമാവാതി വ മാഫിൽ അർദ്. എന്താണ്? ആകാശഭൂമികളിലൊക്കെ അവനക്ക് ഉണ്ട്. Now if you go back to part number മറ്റെന്താണ് 7, വസിഅ കുർസി സമാവാതി വൽ അർദ്. അപ്പൊ അള്ളാഹുവിന്റെ മഹത്വത്തെ കുറിച്ചാണ് പറഞ്ഞത്. വാട്ട് ഹീസ് ഇൻ സൂപ്പർ കൺട്രോൾ. 2ാമത്തെ അള്ളാഹിന്റെ കരുത്ത് എന്ന് പറയാൻ പറ്റൂലേ? 2ാമത്തെ അള്ളാഹിന്റെ കരുത്തല്ല. അതായത് യു ടോക്ക് ഇൻ ടേംസ് ഓഫ് വാട്ട് ദി ആയ ഈസ് ടോക്കിംഗ് അബൌട്ട്. ആയ എന്താ പറഞ്ഞത്?
നോ ആകാശം സ്ലീപ്പ്, ഭൂമി മയക്കമോ ഉറക്കമോ അള്ളാനെ ബാധിക്കുന്നില്ല. വിച്ച് മീൻ ഇറ്റ് ഷോസ് സ്ട്രെങ്ത്, അല്ലേ? ആ സ്ട്രെങ്ത്തിന്റെ മറ്റൊരു അവസ്ഥയാണ് എന്ത്? നത്തിങ് മേക്സ് ഹിം ടയർഡ്. അതാണ് വലാ യഊദു ഹിഫ്ളുഹുമ, അതിന്റെ പ്രൊട്ടക്ഷനിൽ ഹി ഡസ് നോട്ട് ഗെറ്റ് ടയർഡ് അറ്റ് ഓൾ. സോ ദീസ് ബോത്ത് ലിങ്ക് ടുഗദർ. ഇപ്പൊ പാർട്ട് നമ്പർ 2ഉം പാർട്ട് നമ്പർ മറ്റേ 8ഉം തമ്മിൽ ബന്ധമുണ്ട്. Now look at part number 3 and അടിയിൽ നിന്ന് ഏതാണ് 7, അതായത് ലഹു 7. മാഫി സമാവാതി വമാഫിൽ അർള്. 7 നോക്കുകയാണെങ്കിൽ വസിയ കുർസിയു സമാവാതി വൽ അർള്. ഡസ് ഇറ്റ് ലിങ്ക്? ആകാശഭൂമിയുടെ വിഷയത്തിലാണ് അള്ളാഹു പറയുന്നത് എന്താണ്? അവന്റെ ആധിപത്യത്തിലല്ല ഉള്ളത്. ആൻഡ് ദി 7th part says that his throne encompasses everything. എല്ലതും അള്ളാഹുവിന്റെ അർഷിന്റെ അണ്ടറിലാണെന്നുള്ളതാണ്, അണ്ടർ ഹിസ് കൺട്രോൾ എന്നുള്ളതാണ്. അപ്പോൾ മൂന്നാമത്തെ സബ്ജക്റ്റും 7th സബ്ജക്ട് ടോക്സ് അബൌട്ട് ദ സെയിം തിങ്. ഇനി 4ാമത്തിലേക്ക് വരിക. മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി. ആർക്കാണ് ഒരു ഷഫാഅത്തിന് പറ്റുക വിതൗട്ട് ഹിസ് പെർമിഷൻ, അല്ലേ? ആൻഡ് ലുക്ക് അറ്റ് ദിസ് പാർട്ട് നമ്പർ 6 ഓവർ ഹിയർ. എന്താ? വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാ. ഡസ് ഇറ്റ് ലിങ്ക്? അതായത് അവൻ അള്ളാഹുവിന്റെ ഉദ്ദേശിച്ചതല്ലാതെ അവന്റെ അറിവ്. അള്ളാഹുവിന്റെ അറിവൊന്നും ഇല്ലാതെ ഒരു സംഗതി നടക്കുന്നില്ല എന്നതും, അള്ളാഹുവിന്റെ ഷഫാഅത്തിനെ കുറിച്ചിട്ട് അള്ളാഹു അല്ലാതെ അള്ളാഹുവിന്റെ അനുമതി ഇല്ലാതെ ആർക്കാ സാധിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ നോളജ് ഓഫ് എവറിത്തിങ് ഇറ്റ് ഷോസ്, അല്ലേ? അപ്പൊ 4ാമത്തേതും 6ാമത്തേതും ആയിരിക്കും അല്ലെ? 4ഉം 6ഉം. അപ്പൊ 4ഉം 6ഉം തമ്മിൽ ബന്ധായില്ലേ? ഷെനക്ക് മനസ്സിലാവുന്നുണ്ട് ഷെന? കുഴപ്പമൊന്നുമില്ലല്ലേ? ഇല്ല ഇല്ല. ഓക്കെ. നൗ ലുക്ക് അറ്റ് ദി മറ്റേ 5ാമത്തിലേക്ക് വരാം. യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും. അതാണ് സെൻട്രൽ ആയ. ഓക്കെ, ആൻഡ് ലുക്ക് അറ്റ് ദ ബ്യൂട്ടി ഓഫ് ദിസ് ആയ. യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും. ഹി നോസ് വാട്ട്സ് ഇൻ, എന്താന്നുള്ള ഫ്രണ്ടിൽ, അതായത് ഫ്യൂച്ചറിനെ കുറിച്ചിട്ടും ഭാവിയെ കുറിച്ചിട്ടും അള്ളാഹുവിന് അറിയാം. ടു പ്ലേസ് ദാറ്റ് ആയ ഇൻ ദ സെന്റർ, ബാക്കിലത്തെ കാര്യങ്ങളും ഫോർവേഡ് കാര്യങ്ങളും രണ്ടും അറിവിൽപ്പെട്ടത്. യെസ്, ആ ഒരു സെന്റൻസ് ആണ് ഈ 2 പോർഷൻ രണ്ടാക്കി മാറ്റുന്നത്. ദാറ്റ്സ് എ ഡിവൈഡിങ് ലൈൻ. ഇനി വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടി ഇങ്ങനെ ചെയ്യാം. യഅലമു മാ ബൈന ഐദീഹിം എന്ന ഒന്നാക്കാം, എന്നിട്ട് വമാ ഖൽഫഹും എന്നൊന്നാക്കാം. വേണമെങ്കിൽ അങ്ങനെ ആക്കാം. അപ്പോൾ ഇറ്റ് മേക്സ് എ കറക്റ്റ് മാച്ച്. നിങ്ങൾക്ക് നിങ്ങൾ ഒന്നുകൂടെ എന്ത് ചെയ്യുക? വീട്ടിൽ നിന്ന് സമയം കിട്ടുമ്പോൾ വെറുതെ ആയത്തെ കുറിച്ച് എടുത്തിട്ട് ഇതുപോലെ 9 സെന്റൻസ് ആക്കിയിട്ട് എഴുതുക. എന്നിട്ട് അതിൽ പറയുന്ന ആശയങ്ങൾ തമ്മിൽ എന്ത് ചെയ്യുക? ഒന്ന് കോർത്ത് നോക്കി നിങ്ങൾ. യു വിൽ ഫൈൻഡ് മനോഹരമായി കൊണ്ട് ഇറ്റ് മേക്സ് എ നൈസ് ലിങ്ക്. ദിസ് ഈസ് വൺ ഓഫ് ദി ഒരു ഡൗട്ട് ചോദിക്കട്ടെ? ചോദിച്ചോളെ. നേരത്തെ നമ്മള് ഫാത്തിഹനെ കുറിച്ച് പറഞ്ഞില്ലേ? ആ. പിന്നെ ആദ്യം തമ്മിൽ ബന്ധമുണ്ട് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞല്ലോ. അതേപോലെ ഇപ്പൊ ഇതിന്റെ മുമ്പിലത്തെ ആയത് യാ യുഹല്ലദീന ആമനൂ എന്നുള്ള ഇതും കൂടി ചേർത്താൽ ഒരു പ്രത്യേക ഇത് കിട്ടൂലേ? എന്താ കിട്ടായിക? ലുക്ക് അറ്റ് ദാറ്റ്. ഇൻഫിഖൂ മിമ്മാ റസഖ്നാകും മിൻ ഖബ്ലി യഅതി യൗമുൻ ലാ ബൈഉൻ ഫീഹി വലാ ഖുല്ലത്തുൻ വലാ ശഫാഅ. നിങ്ങളുടെ കയ്യിലുള്ള സാധനങ്ങൾ നിങ്ങൾ ചെലവാക്കൂ. നിങ്ങൾ ചെയ്യുന്നതൊക്കെ അള്ളാഹുവിന് അറിയുന്നുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് അള്ളാഹുവിന് ഉറക്കോ മയക്കൊന്നും ഇല്ല എന്നുള്ളത്. ഒരു മിനിറ്റ്. യാ അയ്യുഹല്ലദീന ആമനൂ അൻഫിഖൂ മിമ്മാ റസഖ്നാകും. നിങ്ങൾക്ക് അള്ളാഹു നൽകിയത് നിങ്ങൾ ചെലവഴിക്കുക. ഓക്കെ, നിങ്ങൾ ആ പറഞ്ഞ വർത്താനം നിങ്ങൾ അള്ളാഹു ലഹു മാഫി സമാവാതി വമാഫിൽ അർള്, ആകാശം ഭൂമി എല്ലാം ഭരിക്കുന്നവൻ അള്ളാഹു ആണ് അൻഫിഖു നിങ്ങൾക്ക് തന്നിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ അവന്റെ ഖജനാവിൽ തീരുക. ആ അള്ളാഹു അങ്ങക്ക് തന്നുള്ളത് അതിൽ നിന്ന് ചെലവാക്കാൻ അല്ല പറഞ്ഞത്. നോട്ട് ഫ്രം യുവർ പോക്കറ്റ്. നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് ചെലവാക്കാൻ അല്ല പറഞ്ഞില്ല. അള്ളാഹു എന്താണോ, അതായത് എങ്ങനത്തെ അള്ളാഹു? ലഹു മാഫി സമാവാതി വമാഫിൽ അർള്, അങ്ങനത്തെ അള്ളാഹു നിങ്ങൾക്ക് നൽകിയെന്ന് ചെലവാക്കാനാ പറഞ്ഞത്. പിന്നെ നിങ്ങളെ മടിക്കുന്നതാണ്. മനസ്സിലാകുന്നുണ്ട? അതാണ്. എന്നിട്ടോ മിമ്മാ റസഖ്നാഹു മിൻ ഖബ്ലി അൻ യഅതി യൗമുൻ ലാ ബൈഉൻ ഫീഹി വലാ ഖുല്ലത്തുൻ വലാ ശഫാഅ. ബിഫോർ എ ഡേ കംസ്, ഒരു ദിവസം വരുന്നേക്കാൾ മുമ്പേ അന്ന് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിനെ കുറിച്ച് എവിടെ പറഞ്ഞത്? എന്ത്? ഒരാൾക്കും ഷഫാത്ത് ചെയ്യാൻ പറ്റില്ല. എല്ലാ കാലം അള്ളാഹു പറയുന്നുണ്ട്, ആർക്കും ഉണ്ടാൻ പറ്റില്ല.
നിങ്ങൾ ഇനി ബന്ധിപ്പിച്ചു നോക്കി. ഇനി ഈ നിലക്ക് നിങ്ങൾ പഠിച്ചാൽ നിങ്ങളുടെ പഠനം വേറെ ലെവലിലാവും. പറഞ്ഞ മനസ്സിലാകുന്നുണ്ടാ? നിങ്ങൾ ആയത്തുകളെ ഇങ്ങനെ വിശകലനം ചെയ്തുകൊണ്ട് ഇതിനെ മനസ്സിലാക്കിയിട്ട് മുമ്പത്തെ ആയത്തിനെയും ശേഷമുള്ള ആയത്തിനെയും കണക്ട് ചെയ്യാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ പഠന രീതി മൊത്തം മാറും. ഖുർആനെ നിങ്ങൾ മുമ്പ് മനസ്സിലാക്കി പോലല്ലേ നിങ്ങൾ മനസ്സിലാക്കുക. ഖുർആൻ പഠിക്കാൻ തന്നെ നിങ്ങൾക്കൊരു മുഹബത്ത് തോന്നും. കാരണം ഇത് വല്ലാത്ത സാധനമാണല്ലോ. ഇത് പഠിച്ചാൽ തീർന്നില്ലെന്ന് എന്ത് വരിക. മറ്റേതെന്താ ഉണ്ടാവുക? നിങ്ങൾ മറ്റേ ഖുർആൻ സ്റ്റഡി സെന്ററിന്റെ പരീക്ഷയ്ക്ക് പഠിക്കാൻ പോയാൽ എന്താ ഉണ്ടാവുക? നിങ്ങൾ ആ മാർക്ക് വാങ്ങാനുള്ള പഠിത്തം മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങളെ കോൺസെൻട്രേഷൻ മൊത്തം ഏത് ആ വാക്കാൻ ചോദിക്കുക, ഏത് അർത്ഥം പറയേണ്ടത്, ഏത് ഭാഗം അത് നിങ്ങളെ മൊത്തം ചിന്ത വരിക ആ മാർക്ക് വാങ്ങാൻ വേണ്ടിയിട്ടുള്ള പഠനമായിരിക്കും. ഈ ക്വാളിറ്റി പഠിച്ചാൽ നിങ്ങൾ മാർക്ക് വാങ്ങാനല്ല, അള്ളാഹുവിൻ്റെ ആയത്തുകളെ കൂടുതൽ മനസ്സിലാക്കാനും അത് നെഞ്ചിലേറ്റാനും അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് ഈ അള്ളാഹു എന്നോട് പറഞ്ഞ സംഗതിയാണല്ലോ, ഇത് ഞാൻ ഇതിനെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്ന രൂപത്തേക്കാണ് പോവുക. മറ്റൊന്നും ഞാൻ ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞ അർത്ഥം. നിങ്ങൾ പഠിച്ചോളി, അതൊക്കെ ചെയ്തോളി എന്നാണല്ല ഞാൻ പറഞ്ഞത്. നമ്മളുടെ പഠന രീതി രണ്ട് രീതിയാണ്. അങ്ങനെ പഠിക്കുന്നവർക്കും ഖുർആൻ ഒരുപാട് കിട്ടാനുണ്ട്. ഇങ്ങനെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് വേറെ ലെവലാണ് കിട്ടുക. മനസ്സിലാകുന്നുണ്ട? ആ രൂപത്തിൽ നിങ്ങൾ പഠിക്കാൻ നോക്കുക. എന്നിട്ട് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അള്ളാഹ് പറഞ്ഞു ലാ ഇക്രാഹ ഫിദ്ദീൻ. അടുത്ത ആയത്ത് 256 ലാ ഇക്രാഹ ഫിദ്ദീൻ ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ്യ്. ഇങ്ങനെയൊക്കെ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞ് അള്ളാഹ് പറയണത് നിങ്ങൾ ഈ ദീനിൽ വരുന്നത് നിർബന്ധമില്ലട്ടാണ്, വേണമെങ്കിൽ എന്നായിരുന്നു. കാരണം എന്താ? അള്ളാഹ് ഇസ് ഓൾ ഹിംസെൽഫ്. നിങ്ങൾ ദീൻ സ്വീകരിച്ചുകൊണ്ടോ ഇല്ലാത്തതുകൊണ്ട് അള്ളാഹ്ക്ക് ഒരു ചുക്കും സംഭവിക്കാൻ പോണില്ല. കാരണം അവരാരാണെന്നുള്ളത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അത് മുൻനിർത്തിക്കൊണ്ട് അങ്ങോട്ട് പറഞ്ഞത് ലാ ഇക്രാഹ ഫിദ്ദീൻ. ദീനിൽ നിർബന്ധം നിങ്ങൾ വേണമെങ്കിൽ വിശ്വാസം, നിങ്ങൾ വിശ്വാസം കൊണ്ടൊന്നും അള്ളാഹ്ക്കും എല്ലാം കിട്ടാനോ കുറയാനോ പോകുന്നില്ല. കാരണം ആകാശഭൂമിയിലെല്ലാം സംഗതി അള്ളാഹുവിൻ്റെ തന്നെയാണ്. അപ്പോൾ നമ്മൾ സാധാരണ ക്ലാസ് എടുക്കുമ്പോൾ ലാ ഇക്രാഹ ഫിദ്ദീൻ, ദീൻ നിർബന്ധമില്ല എന്നൊക്കെ പറയണല്ലോ. ആ ദീൻ നിർബന്ധം നിങ്ങൾ ഈ ആയത്തിനെ ബന്ധിച്ചൊന്ന് ആലോചിച്ച് നിങ്ങൾ എന്താ പറഞ്ഞത്, ആ ലെവൽ എന്താണെന്നുള്ളത്. ഇറ്റ്സ് എ ഡിഫറെൻറ്റ് തിങ് ഓൾ ടുഗെദർ. അപ്പം നമ്മളുടെ അണ്ടർസ്റ്റാൻഡിങ് തന്നെ മാറും. ഇത്ര മഹത്തായ അള്ളാഹു, ഈ ലോകത്തെ മൊത്തം കൈയടക്കി വെക്കുന്ന അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിൽ അള്ളാഹ്ക്കൊന്നും സംഭവിക്കാൻ പോകില്ല, നഷ്ടങ്ങൾക്കാണ്. എവറിത്തിങ് ഈസ് ക്രിസ്റ്റൽ ക്ലിയർ. രണ്ടും നിങ്ങൾക്ക് വ്യക്തത തന്നിട്ടില്ലേ? അല്ല പറയാം, മുമ്പത്തെ ആയത്തൊക്കെ പറഞ്ഞിട്ടില്ലേ അള്ളാഹിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കി തന്ന്. എന്നിട്ടും നിങ്ങൾ ഇല്ലെങ്കിൽ വരണ്ടോ? ഒന്നും നിർബന്ധമില്ല, വേണമെങ്കിൽ എന്നാൽ മതി. അതാണ് ആ വർത്താനം. ഓക്കെ. അപ്പോൾ ആയാസാരെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നത്. പക്ഷെ ചില സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു വിഷയത്തെ കുറിച്ച് പറഞ്ഞിട്ട് ഒരു പാസേജ് അവസാനിപ്പിച്ചിട്ട് പുതിയ ടോപ്പിക്ക് തുടങ്ങിയിട്ടുണ്ടാവും. പക്ഷെ സ്റ്റിൽ അത് ബന്ധമുണ്ട്. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് ഓരോ സുഹൃത്ത് ആയത്തുകൾ വരുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിഷയത്തെ ചുങ്ങനെ പറഞ്ഞിരിക്കും, പെട്ടെന്ന് കാണാം ഒരു ഒറ്റ സ്വിച്ച്, ഒരു ബന്ധം ഉണ്ടാവില്ല. ഇതുവരെ പറഞ്ഞ കാര്യത്തെ കുറിച്ചിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യം പിന്നെ പറയാം. അത് ഈ ക്ലാസ്സിക് എക്സാമ്പിൾ ഞാൻ പറയാം. റമദാനെ കുറിച്ച് പറഞ്ഞു കൊടുത്ത്, നോമ്പിനെ കുറിച്ച് പറഞ്ഞു, കുത്തിബാലക്കും സിയാമു കമാ കുത്തിബാലക്കും പറഞ്ഞു അല്ലേ, അയ്യാൻ മാദൂദാത്ത് ഇതെല്ലാം പറഞ്ഞു. പിന്നെ കാണാൻ ഒരു ആയത്ത് 186 ആയത്ത് എന്താണ്? ഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ ഫലസ്തജീബു ലി വലിയുമിനു ബി ലഅല്ലഹും യർഷുദൂൻ. പ്രവാചകരെ, ഇദാ സഅലക, നിന്റെ അടുത്ത് വന്നിട്ട് എൻ്റെ അടിമ നിന്നോട് എന്നെ കുറിച്ച് ചോദിച്ചാൽ ഫഇന്നി എന്നാൽ ഞാൻ ഖരീബ് ഏറ്റവും അടുത്തവനാണ്, ഉജീബു ഞാൻ ഉത്തരം നൽകുന്നു, ദഅവത ദാഇ പ്രാർത്ഥിക്കുന്നവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഒത്തു നൽകുന്നു, ഇതാ ദാൻ എന്നോട് ചോദിച്ചാൽ. അതുകൊണ്ട് ഫലസ്തജീബുലി അവൻ എനിക്ക് ഉത്തരം നൽകട്ടെ, വൽയുമിനു ബി എന്നിൽ വിശ്വസിക്കട്ടെ, ലഅല്ലഹും യർഷുദൂൻ അവർ സന്മാർഗത്തായേക്കാം. ഈ ആയത്തും റമദാനും തമ്മിൽ എന്താ ബന്ധം? ഇറ്റ് ഡസന്റ് സ്പീക്ക് അബൌട്ട് റമദാൻ ആണോ? റമദാൻ നിങ്ങൾ നോമ്പുക്കുന്ന കാര്യത്തെ കുറിച്ചാണ് പറഞ്ഞത്. ഈ ആയത്ത് കഴിഞ്ഞിട്ടാണ് അടുത്ത ആയത്ത് എന്താണ്? ഉഹിലലേക്കും ലൈത സിയാമിർ റഫദുൽ സഹായിക്കും, നിങ്ങൾ ഭാര്യയുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യത്തെ കുറിച്ചിട്ടാണ് പിന്നെ ആയത്ത് പറഞ്ഞത്. നോമ്പ് കാലത്ത് തെറ്റില്ല എന്ന്, നോമ്പ് കാലത്തെ രാത്രികളിൽ ഭാര്യ ഭർത്താവ് ബന്ധത്തിൽ പ്രശ്നമില്ല എന്ന രൂപത്തിൽ ഖുർആന്റെ ആയത്ത് വരിക. അപ്പൊ അതും നോമ്പായിട്ട് കണക്റ്റഡ് ആണ്. നോമ്പിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യാൻ പാടില്ല, എന്തെല്ലാം ചെയ്യാൻ പാടില്ല എന്നാണ് പിന്നെ വരുന്ന ആയത്ത്. ഇതും തൊട്ട് മുമ്പ് പറഞ്ഞ ആയത്തും എന്താ ബന്ധം? വാട്ട് ഇസ് എ റിലേഷൻ? ബട്ട് റിലേഷൻ ഉണ്ട്. നോമ്പിനെ കുറിച്ച് പറഞ്ഞോടത്ത് അള്ളാഹു ദുആനെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? ദുആ ഏറ്റവും കൂടുതൽ സ്വീകരിക്കപ്പെടുന്ന മാസമാണ് റമദാൻ. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതായി പറഞ്ഞത്. പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്കൊരു കണക്ഷൻ തോന്നില്ല, ബട്ട് ഇറ്റ് ഇസ് വെരി മച്ച് കണക്റ്റഡ്. നോമ്പിന്റെ ആത്മാവിന്റെ ദുആവും അള്ളാഹുടെ അടുക്കൽ നിങ്ങളായിരിക്കും അല്ലെ? നോമ്പിന്റെ ഒരു ആത്മാവ് എന്ന് പറയുന്ന ദുആവും അള്ളാഹുടെ അടുക്കലും എന്നുള്ളത് അതുണ്ട്. യെസ്,
നോമ്പ് വേറെ, റമദാൻ വേറെ. അത് നമുക്ക് വേണമെങ്കിൽ വേറെ ദിവസം ചർച്ച ചെയ്യാം. അല്ല, ഇത് റമദാൻ തന്നെ പറഞ്ഞത്. അത് അതാണ് നോമ്പ് നമ്മൾ അങ്ങനെ മനസ്സിലാക്കേണ്ടത്. അതൊക്കെ നമ്മൾ വിഷയത്തിലേക്ക് വരും. ഓക്കെ, അപ്പോൾ മറ്റേ ഈ ആയത്തിൻ്റെ സിമിട്രി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ അവസാനത്തെയും ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഒന്ന് അല്ലാഹു ലാ ഇലാഹ ഇല്ല ഹൽ ഖയ്യൂം, അവസാനം എന്താണ് വരുന്ന ആയത്ത് എന്താണ്? മറ്റേ വലാ യഊദു ഹിഫ്ദുഹുമാ വഹുവ റഹ്മാനും അൽ അലിയ്യുൽ ഉന്നതനുമാണ്. അത് രണ്ടും ഓപ്പണിങ്ങും ക്ലോസിങ്ങും സ്റ്റേറ്റ്മെൻ്റ് ആണ് ഈ ഒറ്റ ആയത്തിൻ്റെ. രണ്ടാമത്തത് പറഞ്ഞാൽ മെയിൻ്റനൻസ് ഓഫ് യൂണിവേഴ്സ്. രണ്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണ് യൂണിവേഴ്സിനെ, യൂണിവേഴ്സ് എന്ന് മലയാളത്തിൽ പറയാം, പ്രപഞ്ചത്തെ, ഓക്കെ, എങ്ങനെയാണ് അതിനെ സംരക്ഷിച്ച് വെക്കണം എന്നുള്ളതിനെ കുറിച്ചാണ് പറഞ്ഞത്. പിന്നെ ഉള്ള അടുത്ത പോയിന്റ് സിയും സിയും, അതായത് മറ്റേ എന്താണ് മൂന്നാമത്തതും ആകാശം തമ്മിലുള്ള ബന്ധം പറഞ്ഞാൽ ടോട്ടൽ ഓണർഷിപ്പാണ്. അള്ളാഹുവിൻ്റെ ക്രിയേഷൻ്റെ ഓണർഷിപ്പ് ആർക്കാന്നുള്ളതും അതിൻ്റെ കാരണങ്ങളും അവനാണ് അതിനെ സസ്റ്റെയിൻ ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ വരുന്ന ഒത്തോറിറ്റി ഓഫ് വിൽ, അതായത് ഒത്തോറിറ്റി ഓഫ് അള്ളാഹ്സ് വിൽ, അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിൻ്റെ അല്ലെങ്കിൽ അള്ളാഹു ഇച്ഛിക്കുന്നതിൻ്റെ ഒത്തോറിറ്റി, അതും അവൻ്റെ ഇൽമുമായിട്ടാണ് അള്ളാഹു എന്തിനെ കമ്പയർ ചെയ്യണത്. അത് ഗോഡ് ഹാസ് ഫുൾ നോളജ്, അതുകൊണ്ട് തന്നെ നോ വൺ നീഡ്സ് ടു ഇൻറ്റർസീഡ് ആൻഡ് കറക്റ്റ് ഹിം. ഈ ഷിഫാഅത്ത് പറയാൻ എന്താ ആൾ പറഞ്ഞാൽ ഇത് മനസ്സിലാവും, ഈ ആശയം മനസ്സിലാവുള്ളൂ. എന്താണ് ഈ ഷിഫാഅത്ത് പറഞ്ഞാൽ? എപ്പോഴാണ് നമ്മൾ റെക്കമെൻഡേഷൻ പറയാം? വെൻ വിച്ച് റെക്കമെൻഡ് സംബഡി? ഷിഫാഅത്ത് റെക്കമെൻഡേഷൻ ആണല്ലോ. എപ്പോഴാണ് റെക്കമെൻഡ് ചെയ്യുക? എന്തെങ്കിലും ആവശ്യം അതിനാണോ റെക്കമെൻഡേഷൻ പറഞ്ഞത്? വൈ വുഡ് യു റെക്കമെൻഡ് ഇൻ ദ ഫസ്റ്റ് പ്ലേസ്? വൈ വുഡ് യു റെക്കമെൻഡ്? ട്രൈ ചെയ്തിട്ട് നടക്കാതെ വരുമ്പോൾ, എങ്ങനെ നമ്മളൊരു കാര്യം ട്രൈ ചെയ്തിട്ട് നടക്കാതെ വരുമ്പോൾ മറ്റൊരാളെ സഹായം തേടുന്നതാണ് റെക്കമെൻഡേഷന്റെ ബേസിക് എന്താ? വാട്ട് ഇസ് ദ ബേസിക് കൂടുതലായിട്ട് ഇൻഫ്ലുവൻസ് ഉള്ള ആളെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ള ഇതില്. ഓക്കെ, പെട്ടെന്ന് കാര്യം നമുക്ക് ഇങ്ങനെ പറയാം. ഓക്കെ, ഒരു 5 ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട് ഒരു പോസ്റ്റിന്. ഞാൻ ഇന്റർവ്യൂർ. അപ്പൊ സോജ വിളിക്കാണ്, ഉസ്താദെ ആ വന്നിക്കണ ഇന്ന ആള് അത് എൻ്റെ ബ്രദറാട്ടാ അല്ലെങ്കിൽ എൻ്റെ ബ്രദറിന്റെ മോനാട്ടാ എന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ എന്താ ശരിക്കും ചെയ്യുന്നത്? റെക്കമെൻഡേഷൻ. What does it really mean? എൻ്റെ അർത്ഥം എന്താ? അയാളെ പരിഗണിക്കണം You എന്നുള്ളതിലേക്ക്. are actually introducing someone to me of which I have no knowledge. അതല്ലേ ശരിക്ക് റെക്കമെൻഡേഷൻ പറഞ്ഞാൽ? എനിക്ക് ആ ആളെ കുറിച്ച് അവൻ ആരാണെന്നോ എന്താണെന്നോ അറിയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ സോജ വന്ന് പറയണത് എൻ്റെ ബ്രദറിന്റെ മോനാട്ടാ ഒന്ന് പരിഗണിക്കെന്ന് പറയുമ്പോൾ now I know who he is. മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ അവന്റെ ആപ്ലിക്കേഷൻ എടുക്കുമ്പോൾ എനിക്ക് ഓർമ്മ, ഇത് സോജയുടെ മറ്റേ ആങ്ങളുടെ മോനാണല്ലോ എന്നുള്ളൊരു തോന്നൽ എനിക്ക് വരും. സോജ ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ ഐ വിൽ നോട്ട് നോ. എന്നെ സംബന്ധിച്ചിടത്തോളം ബാക്കിയുള്ള എല്ലാ ആപ്ലിക്കേഷനെ പോലെ തന്നെ ഒരു ആപ്ലിക്കേഷനാണിത്, വേറെ ദാറ്റ്സ് ഇറ്റ് അല്ലേ? അപ്പൊ റെക്കമെൻഡേഷൻ അല്ലെങ്കിൽ ഷഫാഅത്ത് എന്ന് പറയാൻ്റെ ബേസിക് എന്ന് പറഞ്ഞ സംഗതി അറിയാത്തൊരാളെ കുറിച്ചിട്ട് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഈ ആൾക്ക് ജോബ് കൊടുക്കുന്ന ഒറ്റ കാരണം കൊണ്ടാണ്, അത് സോജയുടെ ബ്രദറിന്റെ മകനായതുകൊണ്ട് മാത്രമാണ്. ബിക്കോസ് നൗ ഐ നോ ഹു ഹി ഈസ്. മുമ്പ് ഐ ഡിഡ്ന്റ് നോ. സോജ പറഞ്ഞത് വരെ ആണെന്ന് എനിക്ക് അറിഞ്ഞൂടാ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹാസ് ടു ഡു സംതിങ് വിത്ത് നോളജ് അബൌട്ട് എ പേഴ്സൺ അല്ലേ? ഒരു വ്യക്തിയെ കുറിച്ചുള്ള അറിവാണ് ബേസിക് ഇഷ്യൂ ആണ്. ആരാന്നുള്ളതാ. അല്ല പറയാണ് ഹി നോസ് എവ്രിതിങ്. സെമീർ ആരാന്ന് അള്ളാഹ്ക്കറിയാ. സെമീറിനെ കുറിച്ച് അവിടെ വന്നിട്ട് അള്ളാഹുവേ ഇത് നമ്മുടെ സെമീറാട്ടോ എങ്ങനെയും സ്വർഗത്തിലാക്കണേ എന്ന് പറയേണ്ട ആവശ്യം അള്ളാഹ്ക്കില്ല. ഹി നോസ്. മനസ്സിലായല്ലേ? അപ്പൊ ഇവിടെ ഷഫാഅത്തിന് ആവശ്യണ്ടാ? പറഞ്ഞ പോയിന്റ് മനസ്സിലാകുന്നുണ്ടാ? അപ്പൊ അള്ളാഹ് ഈസ് ടെല്ലിങ്, അള്ളാഹ്ക്ക് എലവും എല്ലാ സംഗതിയും അള്ളാഹ് നോസ്. ഹി നോസ് എവറിത്തിങ്. അപ്പൊ നോയിങ് എവറിത്തിങ്ങും ഷഫാഅത്ത് തമ്മിൽ ബന്ധമുണ്ടോ ഇല്ലേ? വൈ വുഡ് യു റെക്കമെൻഡ് സംതിങ് അബൌട്ട് ഹൂം ഐ ഹാവ് ഫുൾ നോളജ് ഓഫ്? ആവശ്യമില്ല. അതാണ് ആ പോയിന്റ്. ദ അതോറിറ്റി ഓഫ് വിൽ. ഹി നോസ് എവറിത്തിങ്. ഹി നോസ് ഓൾ ദ നോളജ്. അതുകൊണ്ട് തന്നെ ആരും ഇന്റർസീഡ് ചെയ്തുകൊണ്ട് അതെ നിങ്ങൾ ഉദ്ദേശിച്ച ആളല്ല കേട്ടോ, മൂപ്പരെ കുറിച്ച് ഇങ്ങനെ പുറത്തിങ്ങനെ കേൾക്കുന്നുണ്ടെങ്കിൽ മൂപ്പര അതിൽ പെട്ടല്ല, കുറെ ആൾക്കാർ പറഞ്ഞുണ്ടാക്കിയതാണ്, ഓൻ അങ്ങനത്തെ ഒരാളല്ല എന്ന് പറയേണ്ട ഒരു ആവശ്യമില്ല അവിടെ. അള്ളാഹ് നോസ്. അതാണ് ആ രണ്ട് സ്റ്റേറ്റ്മെന്റ് തമ്മിലുള്ള ബന്ധം. ഇപ്പം ക്ലിയർ ചെയ്യണോ ആ ആയത്ത് അല്ലേ?
ഓക്കെ. അവസാനത്തെ സെന്റർ ഫോക്കസ് എന്താണ്? അള്ളാഹുവിന്റെ നോളജിനെ കുറിച്ചുള്ള സെന്റർ ഫോക്കസ് ആണ്. ഇയാലുമാബൈൻ ഐതിഹ്യം ഖൽഫവും, അള്ളാഹുവിന്റെ മുമ്പിലത്തെ കുറിച്ചിട്ടും ബാക്കിലത്തെ, അതായത് ഡിനോട്ട്സ് ബോത്ത് സ്പേസ് ആൻഡ് ടൈം. ഓക്കെ, ബോത്ത് സ്പേസ് ആൻഡ് ടൈമിനെ കുറിച്ച് അള്ളാഹുവിന് വ്യക്തമായ ബോധ്യമുണ്ട്. അതാണ് അതിന്റെ സെൻട്രൽ ഫോക്കസ് എന്ന് പറഞ്ഞത്. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം കുറച്ചുകൂടി ആയത്തെക്കുറിച്ച് ബ്യൂട്ടി മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ ഈ എല്ലാ നിസ്കാരത്തിന് ശേഷം ഓതുന്ന ഈ ആയത്ത് എത്രമാത്രം രസകരമായ ഒരു സാധനം എന്നുള്ള ഇപ്പം എനിക്ക് തോന്നുന്നുണ്ടാവും. ഇതിന് തഫ്സീറിലേക്ക് പോയി കഴിഞ്ഞാൽ മഹാരസമുണ്ട്, ഭയങ്കര രസമാണ്. അത് വേറൊരു ലെവലാണ് ഇതിൻ്റെ തഫ്സീർ. ഇൻഷാ അല്ലാഹ് നമ്മളുടെ കോഴ്സ് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടൊക്കെ നോട്ട് ചെയ്തോളി. അപ്പം എന്നെ ഓർമ്മപ്പെടുത്തണേ, അപ്പം നമുക്ക് ചെയ്യാം. ഇത് നമുക്ക് വേണമെങ്കിൽ അത് നമുക്ക് കോഴ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾ റെഡി ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനെക്കുറിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ലിംഗ്വിസ്റ്റിക് മിറാക്കിൾസ് ഓഫ് ദ ഖുർആൻ ഇവിടെ അവസാനിക്കുന്നു. ഇനി നമ്മൾ കടക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് കൊഹറൻസ് ഇൻ ദ ഖുർആനാണ്. കേട്ടാ, അത് നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത എന്താ പറയുക, അടുത്ത ആഴ്ച നമുക്ക് ആരംഭിക്കാം. ഞാൻ ജസ്റ്റ് ഒരു ആമുഖം പറഞ്ഞു വെച്ചിട്ട് ഉള്ളതാണ്. ഞാൻ ആ ഫയൽ ഒന്ന് എടുക്കട്ടെ ആദ്യം. വയസ്സായി അല്ല. അതായത് ഒരു ആമുഖം പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. കൊഹറൻസ് 3. ഓക്കെ, ഇൻട്രൊഡക്ഷൻ ടു കൊഹറൻസ്. ഓക്കെ, ഖുർആന്റെ ഇമ്പോർട്ടൻസ് ഓഫ് നസ്മ് ഇൻ ദ ഖുർആൻ. ഈ ടോപ്പിക്ക് പറഞ്ഞാൽ ഇത് നിങ്ങൾക്ക് ഇത് എഴുതിയേക്കാനുള്ള സാധനം കിട്ടാം. ആദ്യം മനസ്സിലാക്കേണ്ടത് കോമ്പോസിഷൻ ഓഫ് ദി ഖുർആൻ. ഓക്കെ, ഖുർആനെ മുഫസ്സിറുകൾ അപ്രോച്ച് ചെയ്യുന്ന രീതികളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ദർ ആർ സെവറൽ ടൈപ്സ് ഓഫ് വേസ് ഹൗ പീപ്പിൾ അപ്രോച്ച് ദി ഖുർആൻ. ഖുർആന്റെ തഫ്സീർ ചെയ്യുന്ന ആളുകൾ വ്യത്യസ്ത രൂപത്തിലാണ് ഖുർആനെ സമീപിച്ചിട്ടുള്ളത്. ഹൗ യു അപ്രോച്ച് ദ ഖുർആൻ ഡിപ്പെൻഡ്സ് ആൻഡ് ആ തഫ്സീറുകളും അനുസരിച്ചുകൊണ്ട് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, എന്നാൽ ഗിവ് യു സം എക്സാമ്പിൾസ്. ഇത് നോട്ട് എടുക്കാൻ റെഡി ആയിക്കോളെ. ഒന്നാമത്തെ ട്രഡീഷണൽ മെത്തേഡ്. ഓക്കെ, സോ യു റൈറ്റ് ഡൗൺ approach to the Quran by Mufassir, several types, അല്ലെങ്കിൽ types of approach to Quran by Mufassirs. Okay, type of approaches to the Quran by Mufassir. മുഫസ്സിർ പറഞ്ഞാൽ തഫ്സീർ ചെയ്യുന്ന ആളുകൾ. ഒന്നാമത്തെ മെത്തേഡ് ട്രഡീഷണലിസ്റ്റ്, ട്രഡീഷണൽ മെത്തേഡ്. ട്രഡീഷണൽ മെത്തേഡ് ഫസ്റ്റ്. സമയം വേണമെങ്കിൽ ചോദിച്ചു കേട്ടാ. ഇത് നിർബന്ധം ചെയ്തിരിക്കണം. ദിസ് ഇസ് സംതിങ് വെരി ഇമ്പോർട്ടന്റ്. ഒന്നുകൂടി പറയോ? ടൈപ്പ് ഓഫ് അപ്രോച്ച് ദ ഖുർആൻ. ടൈപ്പ് ഓഫ് അപ്രോച്ചസ് ടു ദ ഖുർആൻ ബൈ മുഫസ്സിർസ്. മുഫസ്സിറുകൾ ഖുർആനെ അപ്രോച്ച് ചെയ്യുന്ന വ്യത്യസ്ത രീതികൾ. ഓക്കെ ഓക്കെ, ഒന്നാമത്തെ മെത്തഡോളജി പറഞ്ഞാൽ ട്രഡീഷണൽ മെത്തേഡ്. ട്രഡീഷണൽ മെത്തേഡ്, ആ ട്രഡീഷണൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ബേസ്ഡ് ഓൺ ഹദീസ്, ബേസ്ഡ് ഓൺ ഹദീസ്, പിന്നെ അസ്ബാബ് നുസുൽ, അതായത് ബേസ്ഡ് ഓൺ റെവലേഷൻ, പേർപ്പസ് ഓഫ് റെവലേഷൻ, അല്ലെങ്കിൽ ഒക്കേഷൻ ഓഫ് റെവലേഷൻ, അല്ലെങ്കിൽ അവതരണ പശ്ചാത്തലം എന്ന് വേണമെങ്കിൽ മലയാളത്തിൽ എഴുതാം. അവതരണ പശ്ചാത്തലം. ഓക്കെ, റിവായാത്ത്. റിവായാത്ത് പറഞ്ഞാൽ ഹിസ്റ്റോറിക്കൽ റിപ്പോർട്ട്. ഓക്കെ, ഓർ ഒപ്പീനിയൻ ഓഫ് ഏർലി അതോറിറ്റീസ്, മുമ്പേ ഉള്ള ആധികാരികമായിട്ടുള്ള റിപ്പോർട്ടുകൾ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ചരിത്രത്തെ ബേസ് ചെയ്തുകൊണ്ടുള്ള റിപ്പോർട്ടുകൾ, അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ട്രഡീഷണൽ മെത്തേഡ്. അതാണ് ഉദാഹരണം. ത്രീതിലെ എക്സാമ്പിൾ, ഹദീസിനെ ബേസ് ചെയ്തുകൊണ്ട്, അതുപോലെ അവതരണ പശ്ചാത്തലം, ആയത്തുകളുടെ അവതരണ പശ്ചാത്തലത്തെ ബേസ് ചെയ്തുകൊണ്ട്, ചരിത്രമായിട്ടുള്ള റിപ്പോർട്ടുകൾ, ചരിത്ര റിപ്പോർട്ടുകൾ ബേസ് ചെയ്തുകൊണ്ട്, അതേപോലെ തന്നെ മുമ്പേ ഉള്ള മറ്റേ പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ ബേസ് ചെയ്തുകൊണ്ട്. ഇപ്പോൾ നമ്മൾ പറയും ഇബ്നു അബ്ബാസ് അള്ളാഹുവിൻ്റെ അഭിപ്രായത്തിൽ ഇങ്ങനെയാണ്, ഇബ്നു മസൂദ് ഇങ്ങനെ പറഞ്ഞു, സഅദ് ബിൻ അബി വഖാസ് ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞില്ലേ.
അത് ഏർലി അതോറിറ്റീസ് ആണ്. അവരെ ബേസ് ചെയ്തുകൊണ്ടും അഹാദീസിനെ ബേസ് ചെയ്തുകൊണ്ടും അസ്ബാബ് നുസുൽ, അതായത് ഈ അവതരണ പശ്ചാത്തലം എന്താണ് എന്ന സംഗതിയൊക്കെ പഠിച്ചുകൊണ്ട് രചിക്കപ്പെടുന്ന തഫ്സീറുകൾ, അതാണ് ട്രഡീഷണൽ മെത്തേഡ്. ക്ലിയർ അല്ലേ? അതിനൊരു ഉദാഹരണം പറയാം. അബൂ ജഅഫർ മുഹമ്മദ് ഇബ്ന് ജറീർ അൽ തബറി, ആളുടെ പേരാണ് കേട്ടോ. അബൂ ജഅഫർ മുഹമ്മദ് ഇബ്ന് ജറീർ അൽ തബറി, അദ്ദേഹത്തിന്റെ തഫ്സീർ. അപ്പോൾ നമ്മൾ ഇബ്നു ജറീർ തബറി എന്നൊക്കെ തബറിയുടെ തഫ്സീർ എന്ന് പറഞ്ഞില്ലേ, ആ തഫ്സീറിന്റെ പേരാണ് ജാമി അൽ ബയാൻ, ജാമി അൽ ബയാൻ അൻ തഅ്വീൽ ആയൽ ഖുർആൻ. അതൊന്നും കൂടി പറയോ? പറയാം. ജാമി അൽ ബയാൻ, ജാമി അൽ ബയാൻ അൻ തഅ്വീൽ ആയൽ ഖുർആൻ. ഇതാണ് ആര് ചെയ്തത്? അബൂ ജാഫർ മുഹമ്മദ് ഇബ്നു ജറീർ തബറി, അദ്ദേഹത്തിൻ്റെ തഫ്സീറിന്റെ പേരാണത്. ഒരു എക്സാമ്പിളാണത്. ആ തഫ്സീറിന്റെ ആയൽ ഖുർആൻ. ആയൽ ഖുർആൻ, ആയ. രണ്ടാമത് സെക്കൻഡ് എക്സാമ്പിൾ ജലാലുദ്ദീൻ അബ്ദുറഹ്മാൻ അൽ സുയൂത്തി. ജലാലുദ്ദീൻ അബ്ദുറഹ്മാൻ അൽ സുയൂത്തി ശരിയാ? അത് രണ്ടാമത്തെ മുഫസ്സിറാണ്. ഉദാഹരണം കേട്ടോ, അബ്ദുറഹ്മാൻ അൽ സുയൂത്തി. ജലാലുദ്ദീൻ അബ്ദുറഹ്മാൻ അൽ സുയൂത്തി. ആൻഡ് ആ തഫ്സീറിന്റെ പേരാണ് അദ്ദർ അൽ മൻസൂർ ഫി തഫ്സീർ ബിൽ മാസൂർ. അൽ ദർ അൽ ദർ, അൽ ദർ, അൽ ദർ അൽ മൻസൂർ, മൻസൂർ ത, മൻസൂർ, അദ്ദർ അൽ മൻസൂർ ഫി അത്തഫ്സീർ ബിൽ മാസൂർ. തഫ്സീർ الدر المنثور في التفسير بالماثور، بالماثور، മൻസൂർ അല്ലേ? മാസൂർ ثلاثة بالماثور. الدر المنثور في التفسير بالماثور. التفسير الدر المنثور في التفسير بالماثور. അതാണ് ജലാലുദ്ദീൻ അബ്ദുറഹ്മാൻ അസ്സുയൂത്തിയുടെ തഫ്സീറിന്റെ പേര്. ഓക്കെ, അപ്പോൾ ദീസ് ടു ആർ ക്ലാസിക് എക്സാമ്പിൾസ് ഓഫ് ട്രഡീഷണലിസ്റ്റ് മെത്തേഡ് ഓഫ് തഫ്സീർ. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ ചിലപ്പോൾ ആദ്യം കേൾക്കണ പേരാവൂലേ? തഫ്സീറിന്റെ ലോകം എന്ന് പറഞ്ഞാൽ മഹാലോകാണ്. അതൊക്കെ വായിക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഖുർആൻ വിചാരിച്ചപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു അമാനി മൗലവിയും ഒരു സൈദാല മൗലവിയും വെച്ച് കളിക്കുക. ഓക്കെ, രണ്ടാമത്തെ അപ്രോച്ച്. അപ്പോ ഫസ്റ്റ് വൺ ക്ലിയർ അല്ലേ? ഓക്കെ, സെക്കൻഡ് തിയോളജിക്കൽ തഫ്സീർ. ഓക്കെ, തിയോളജിക്കൽ തഫ്സീറുകളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞത് ടു ഡിഫെൻഡ് ആൻഡ് സപ്പോർട്ട് പെർട്ടിക്കുലർ തിയോളജിക്കൽ വ്യൂസ്. അതായത് വൈദിക ശാസ്ത്രം ഉണ്ടല്ലോ, ഓക്കെ, അതിനെ ഒരു തിയോളജിക്കൽ തഫ്സീറുകൾ, ഉദാഹരണം പറഞ്ഞാല് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യണം. തിയോളജിക്കൽ തഫ്സീർ, theological tafsir seeks to defend and support particular theological views against rival views. അതിന്റെ മലയാളം പറഞ്ഞാണ്. പറയാം, നോ പ്രോബ്ലം, അതൊക്കെ പറഞ്ഞുതരാം. ഓക്കെ, മനസ്സിലല്ലേ? ഇനി മലയാളത്തിൽ പറയാം. തിയോളജിക്കൽ എന്ന് പറഞ്ഞാൽ വൈദിക ശാസ്ത്രം. അപ്പോൾ വൈദിക ശാസ്ത്രത്തിന്റെ തഫ്സീർ എന്ന് പറഞ്ഞാൽ ഒരു അഭിപ്രായം ഉണ്ടാവും. ഉദാഹരണം ഞാൻ പറയാം, ഭാര്യ ഒട്ട ഒതു മുറിയും, ഒരു ഉദാഹരണം. അപ്പോൾ ഒരാള് അതിനെ ബേസ് ചെയ്തുകൊണ്ട് തഫ്സീർ ചെയ്ത് കഴിഞ്ഞാൽ അത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അപ്പുറത്തെ ആളെന്ത് ചെയ്യും? അതിനെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് തൊട്ട ഒതു മുറിയൂല എന്ന് പറഞ്ഞുകൊണ്ട് തഫ്സീർ ചെയ്തു. അതാണ് തിയോളജിക്കൽ. ഒരു എക്സാമ്പിൾ പറഞ്ഞാട്ടെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടിയിട്ട്. തിയോളജിക്കൽ ആശയപരമായിട്ടുള്ള അഭിപ്രായങ്ങളും ഭിന്നാഭിപ്രായങ്ങളും സപ്പോർട്ട് ചെയ്ത് കൊണ്ടും അതിനെ ഗണ്ണിച്ചുകൊണ്ടും എഴുതപ്പെടുന്ന തഫ്സീറുകൾ.
ഓക്കെ അല്ലേ? ഷാൽ ഐ ഗോ ഫോർവേഡ്? മുന്നോട്ട് പോട്ടെ. അതിന്റെ ഏറ്റവും ക്ലാസിക് എക്സാമ്പിൾ അതില് അഗെയിൻസ്റ്റ് റൈവൽ വ്യൂസ്. റൈവൽ വ്യൂ. ഓക്കെ. ഓക്കെ, റൈവൽ. ഓക്കെ അല്ലേ? അതിന്റെ എക്സാമ്പിൾ, പ്രൈം എക്സാമ്പിൾ ഇസ് ഫഖ്റുദ്ദീൻ റാസി. ഫഖ്റുദ്ദീൻ റാസിയുടെ അൽ തഫ്സീർ അൽ കബീർ. അൽ തഫ്സീർ അൽ കബീർ, ഓൾസോ നോൺ ആസ്, അത് മറ്റൊരു പേര് അറിയപ്പെടുന്നത് എന്താ വെച്ചാൽ മഫാത്തിഹ് അൽ ഗൈബ്. തഫ്സീറുൽ കബീർ എന്നല്ല പറഞ്ഞു. തഫ്സീർ അൽ കബീർ മറ്റൊരു പേര് റാസിയുടെ, അതിന്റെ മറ്റൊരു പേരാണ് മഫാത്തിഹ് അൽ ഗൈബ്, അദൃശ്യമായ ലോകത്തിന്റെ താക്കോല്. ആണ് മഫാത്തിഹ് അൽ ഗൈബ്. മഫാത്തിഹ് എന്ന് പറഞ്ഞാൽ താക്കോലിന്റെ ജമ്മാണ്, പ്ലൂറൽ ഓഫ് കീസ്. മഫാത്തിഹ് അൽ ഗൈബ്. അൽ ഗൈബ് പറഞ്ഞാല് അദൃശ്യമായ കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ആയില്ലേ? ഒന്ന് ട്രഡീഷണൽ മെത്തേഡ്, രണ്ടാമത്തത് തിയോളജിക്കൽ തഫ്സീറുകൾ. ഓക്കെ അല്ലേ? മൂന്നാമത്തത് ലിറ്റററി ഫിലോളജിക്കൽ തഫ്സീർ. ലിറ്റററി ഫിലോളജിക്കൽ. ഈ ഫിലോളജിക്കലിന്റെ മലയാളം എന്താ നമ്മളെ കൊണ്ടുള്ള ഇടങ്ങളാണ്. നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിച്ചൂടെ? പഠിക്കണം ഇങ്ങനെയാണ്. അതായത് ലിറ്റററി ഫിലോളജിക്കൽ. Okay. Logical, literary, philological. ഫിലോളജിസ്റ്റ് എന്നതിന്റെ ഭാഷാശാസ്ത്രജ്ഞൻ, ഭാഷാ തത്വശാസ്ത്രജ്ഞൻ, അതാണ് ഫിലോളജിക്കൽ. സാഹിത്യ ഗ്രന്ഥങ്ങൾ, ചരിത്രരേഖകൾ, പദോൽപത്തി, അതാണ് എറ്റിമോളജി പറയുന്നത്, എന്നിവയെക്കുറിച്ചും ഭാഷയുടെ ചരിത്രപരമായ വികാസത്തെക്കുറിച്ചും പഠിക്കുന്ന വിദഗ്ധനെയാണ് ഫിലോളജിസ്റ്റ് എന്ന് വിളിക്കുന്നത്. മനസ്സിലായില്ലേ? ഒരു ഫിലോളജിസ്റ്റിന്റെ ചുമതലകൾ സാഹിത്യ ഗ്രന്ഥങ്ങളെയും രേഖകളെയും കുറിച്ച് പഠിക്കുന്നു, ഭാഷയുടെ ചരിത്രവും അർത്ഥവും നിർണയിക്കുന്നു, രേഖകളുടെ ആധികാരികത പരിശോധിക്കുന്നു. ഇതൊക്കെയാണ് ഫിലോളജിസ്റ്റ് എന്ന് പറയുന്ന സംഭവം. അപ്പോൾ ലിറ്റററി അല്ലെങ്കിൽ ഫിലോളജിക്കൽ തഫ്സീർ എന്ന് പറയുമ്പോൾ ആ തഫ്സീറുകളുടെ മുൻഗണന എന്ന് പറഞ്ഞത് കോൺസെൻട്രേറ്റ്സ് ഓൺ റെട്ടോറിക്കൽ, ലിംഗ്വിസ്റ്റിക്, ഗ്രാമാറ്റിക്കൽ ആസ്പെക്ട് ഓഫ് ദ ഖുർആൻ. ഖുർആനിൻ്റെ ഭാഷാപരമായ പദപ്രയോഗങ്ങളുടെ വിഷയത്തിൽ ലിംഗ്വിസ്റ്റിക് ആയിക്കൊണ്ട് അതിൻ്റെ ഗ്രാമറിനെ നോക്കി പഠിച്ചുകൊണ്ട് അങ്ങനെയൊക്കെ നോക്കി രചിക്കുന്ന മറ്റേ തഫ്സീറുകൾക്കാണ് ലിറ്റററി ഫിലോളജിക്കൽ തഫ്സീർ എന്ന് പറയുന്നത്. ഓക്കെ, ഇംഗ്ലീഷ് പറഞ്ഞാൽ മലയാളത്തിലാണോ ഇംഗ്ലീഷ് വേണോ? എങ്ങനെ വേണ്ട? രണ്ടും പറയാം. ഓക്കെ, നിങ്ങൾ എന്നാ ഇംഗ്ലീഷ് ആദ്യം എഴുതിക്കോളി. ലിറ്റററി ഫിലോളജിക്കൽ തഫ്സീർ. ലിറ്റററി ഹൈഫൺ ഫിലോയുടെ സ്പെല്ലിംഗ് PHILOLOGICAL, ഫിലോളജിക്കൽ തഫ്സീർ. ഓക്കെ, എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേറ്റ്സ് ഓൺ റെട്ടോറിക്കൽ, RHETORICAL, റെട്ടോറിക്കൽ, ലിംഗ്വിസ്റ്റിക്, LINGUISTIC, ലിംഗ്വിസ്റ്റിക്, ആൻഡ് ഗ്രാമാറ്റിക്കൽ ആസ്പെക്ട്സ് ഓഫ് ദ ഖുർആൻ. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഭാഷാപരമായിട്ടുള്ള അല്ലെങ്കിൽ ഭാഷയെ അടിസ്ഥാനപ്പെടുത്തി അതിൻ്റെ ഗ്രാമർ, അതിൻ്റെ പദപ്രയോഗങ്ങൾ, ആ പദങ്ങളുടെ ഉത്ഭവങ്ങൾ, ഓക്കെ, വ്യത്യസ്ത സന്ദർഭത്തിൽ ആ പദങ്ങളുടെ പദവ്യത്യാസങ്ങൾ,
അതിൻ്റെ ഭാഷാന്തമായിട്ടുള്ള ഗ്രാമാറ്റിക്കൽ അവസ്ഥകൾ, ഇതിനൊക്കെ പ്രാധാന്യം നൽകിക്കൊണ്ട് രചിക്കപ്പെടുന്ന തഫ്സീറുകൾക്കാണ് എന്ത് ലിറ്റററി അല്ലെങ്കിൽ ഫിലോളജിക്കൽ തഫ്സീർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇതിൽ ഏറ്റവും അറിയപ്പെടുന്ന തഫ്സീർ വെച്ചാൽ അൽ കശഫ് അൻ അഖായിഖ് അത്തൻസീൽ. ആരുടെന്നറിയോ? അബ്ദുൽ ഖാസിം മഹ്മൂദ് ഇബ്നു ഉമർ അസ്സമഖ്ശരി. സമഖ്ശരി എന്നുള്ളത് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ആ സമക്ഷരി. സമഖ്ശരിയുടെ തഫ്സീറിനാണ് ഇത് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ഫുൾ പേര് ഫുൾ പേര് അബ്ദുൽ ഖാസിം മഹ്മൂദ് ഇബ്നു ഉമർ അബ്ദുൽ ഖാസിം മഹ്മൂദ് ഇബ്നു ഉമർ അസ്സമഖ്ശരി. ആ തഫ്സീറിന്റെ പേരാണ് അൽ കശാഫ് അൻ. അത് അറബി തന്നെ എഴുതണട്ടങ്ങൾ, അപ്പോൾ അതിന്റെ അത് ഉച്ചാരം ശരിയാവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ പിന്നീട് അൽ കശാഫ് കശാഫ് ഷദ്ദുള്ള ഷീന് കശാഫ് നീട്ടാണ്ട് ഷീൻ നീട്ടണം. കശാഫ് അൻ ഹഖായിഖ്. അന്ന പറഞ്ഞത് അൽ കശാഫ് അൻ ഹഖായിഖ്. എന്ത്? ഹഖായിഖ് ഐന് ഖാഫ് നീട്ടാൻ അലിഫ്, പിന്നെ മറ്റേ ഹംസയുടെ അടിയിൽ കെസർ, പിന്നെ ഖാഫ്. ഹഖായിഖ്. അത്തൻസീൽ പറഞ്ഞാൽ അവതരണം. അപ്പോ ആളുടെ പേര് അബ്ദുൽ ഖാസിം മഹ്മൂദ് ഇബ്നു ഉമർ അസ്സമഖ്ശരി. ഇബ്നു ഉമർ അസ്സമഖ്ശരി. ശരിക്ക് അൽ സമഖ്ശരി എന്നാണ്, പക്ഷെ വായിക്കുമ്പോ ലാമ് ഷംസിയാണ്, അപ്പൊ അതുകൊണ്ട് ലാമ് പറയൂല, അസ്സമഖ്ശരി. മനസ്സിലായില്ലേ? ഈ തഫ്സീർ നിങ്ങളെടുത്ത് പഠിച്ചാണ്ടല്ലോ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇപ്പോ എന്താണ് എന്താണ് മറ്റേ ഇത്തഖുല്ലാഹ ഹഖ തുഖാതി എന്ന ആയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താണ് തഖ്വ വരുന്ന പദങ്ങൾ ഏതാണ്, അത് എങ്ങനെയൊക്കെ പ്രയോഗിച്ചുള്ളത്, അത് ഏതെല്ലാം കോണ്ടെക്സ്റ്റിലാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ആ തഖ്വനെ ഡൈസെക്ട് ചെയ്ത് കൊണ്ടായിരിക്കും വരിക. എന്നിട്ടായിരിക്കും നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരിക. ഓക്കെ, അങ്ങനെ ഓരോ പ്രധാനപ്പെട്ട പദം വരുമ്പോൾ ആ പദത്തിൻ്റെ ഇത് അനോളജി, അതിനെ മുറിച്ച് അതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള വേർബ് ഫോം, നൗൺ ഫോം. റഹ്മാൻ റഹീമൊക്കെ പറയുമ്പോൾ റഹ്മാൻ നൗണാണോ വേർബാണോ, റഹീം നൗണാണോ വേർബാണോ, വേർബാകുമ്പോൾ എന്താ പ്രശ്നം, നൗണാകുമ്പോൾ എന്താ പ്രശ്നം എന്നൊക്കെ വന്നുകൊണ്ടുള്ള ഫുൾ ഒരു ഗ്രാമാറ്റിക്കൽ അല്ലെങ്കിൽ ലിംഗ്വിസ്റ്റിക്കായി കൊണ്ടുള്ള സംഗതി പറഞ്ഞുകൊണ്ട് വരിക. ഇപ്പോൾ ഹുലായിക്കോമുൽ ഫാസിഖ് എന്ന് പറയുമ്പോൾ ആരാണ് ഫാസിഖ്, ഫിസ്ക് എന്താണ്, ആരാണ് ഫാസിഖ്, ആരാണ് ഫാസിദ്, ഫാസിദും ഫാസിഖും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഫിസ്കിൻ്റെ അവസ്ഥ എപ്പോഴാണ്, ഫാസിദിൻ്റെ അവസ്ഥ എപ്പോഴാണ്, എന്തുകൊണ്ടാണ് ഖുർആന് ഫാസിഖ് ഉപയോഗിക്കാൻ കാരണം എന്നുള്ള പദവ്യത്യാസങ്ങൾ. കഹഫ് എന്താണ്, ഗാർ എന്താണ്, മനസ്സിലായില്ലേ? ഇതൊക്കെ വരുന്ന അവിടുന്ന. ഓക്കെ, അപ്പോൾ ലിംഗ്വിസ്റ്റിക് ആയിട്ട് വെൻ യു ഗോ ഡീപ്പ് ഇൻ ടു ഈച്ച് വേർഡ്സ്, അപ്പോഴാണ് ഖുർആന്റെ ബ്യൂട്ടി അറിയുള്ളൂ. അപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഖുർആൻ ഫ്രം എ ലിംഗ്വിസ്റ്റിക് പോയിന്റ് ഓഫ് വ്യൂ ആണ്. ഭാഷപരമായ ഒരു തലത്തിൽ നിന്നാണ് നമ്മൾ ഖുർആൻ എന്ത് ചെയ്യണത്, പഠിക്കുന്നത്. കേട്ടാ? അപ്പോൾ നാലാമത്തത് ജൂറിസ്റ്റിക്കൽ തഫ്സീർ. ജൂറിസ്റ്റിക്കൽ പറഞ്ഞാൽ കർമ്മശാസ്ത്രം, അല്ലെങ്കിൽ അതിൻ്റെ നിയമങ്ങൾ. ഈ തഫ്സീറുകൾ പ്രൈമറി വിത്ത് ഖുർആനിക് വേഴ്സസ് കണ്ടെയ്നിങ് ലീഗൽ ഇൻജക്ഷൻസ്. അതായത് ഖുർആനിലെ നിയമസംബന്ധമായ ആയത്തുകളെ അതിനായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. ഖുർആൻ നിയമങ്ങൾ, ഹലാൽ എന്താണ്, ഹറാം എന്താണ്,
എന്തൊക്കെ പാടുണ്ട്, എന്തൊക്കെ പാടില്ല, ഇങ്ങനെ വന്നാൽ എന്ത് ചെയ്യണം, അങ്ങനെ വന്നാൽ എന്ത് ചെയ്യണം. ഓക്കെ, അതിൻ്റെ വ്യത്യസ്ത തലങ്ങൾ, അതിനെ ഫോക്കസ് ചെയ്യാം. ആൻഡ് ഓഫൺ പ്രസന്റ് എ പോളിമിക്കൽ ഫാഷൻ ദ വ്യൂ ഹെൽഡ് ബൈ ദെയർ സ്കൂൾ ഓഫ് തോട്ട് ആൻഡ് ദോസ് വേഴ്സസ്. ഓരോ ആയത്തിനെ ബേസ് ചെയ്തുകൊണ്ട് ഷാഫി ഇമാമിൻ്റെ അഭിപ്രായം ഇന്നതാണ്, ഹനഫി ഇമാമിൻ്റെ അഭിപ്രായം ഇന്നതാണ്, മാലിക്കിയുടെ അഭിപ്രായം ഇന്നതാണ്, ജാഫറിയുടെ അഭിപ്രായം ഇന്നതാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് വ്യത്യസ്ത ചിന്തകൾ ഉള്ള നമുക്കുള്ള സ്കൂൾസ് ഓഫ് തോട്ട് ഉണ്ട്, മദ്ഹബുകൾ. അപ്പം മദ്ഹബുകൾ ബേസ് ചെയ്ത് കൊണ്ടായിരിക്കും ഇത് പറയാം. ഓക്കെ, ലായമസോ ഇല്ല മുത്തഹറു എന്ന് പറയുമ്പോൾ ഖുർആൻ ഓതുണ്ടാകും പാടണ്ട, വലിയ ശുദ്ധിയാണോ ചെറിയ ശുദ്ധിയാണോ എന്നൊക്കെ പറയുമ്പോൾ വിശകലനം ചെയ്തിങ്ങനെ പോകണില്ലേ, അതൊക്കെ ഇങ്ങനത്തെ തഫ്സീറുകളാണ്. ഓക്കെ, primary with Quranic verses. കണ്ടെയ്നിങ് ലീഗൽ ഇൻജങ്ഷൻസ്, നിയമപരമായിട്ടുള്ള മറ്റേ ആയത്തുകളെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ മറ്റുള്ള ആയത്തുകളൊക്കെ വരുമ്പോൾ കാര്യമായിട്ടൊന്നും പറയില്ല, ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോവുള്ളൂ. അപ്പോൾ നമുക്ക് കാര്യമൊന്നും കിട്ടില്ലേ. മനസ്സിലായില്ലേ? ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഹുർമത്ത് അലൈക്കും മൈത്തത്തെ വലം ദഹമൽ ഖിൻസീർ എന്ന് പറയുമ്പോൾ ഈ തഫ്സീർ എടുത്ത് പഠിച്ചാൽ എന്താണ് പന്നിയിറച്ചി, എന്തുകൊണ്ടാണ് അത് നിഷിദ്ധമായത്, എവിടൊക്കെ ആയത്തുകൾ വന്നിട്ടുണ്ട്, മറ്റേ ഹനഫിയുടെ അഭിപ്രായം എന്താണ്, ഷാഫിയുടെ അഭിപ്രായം എന്താണ്, ഹംബലിയുടെ അഭിപ്രായം എന്താണ്, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പണ്ടത്തെ കാലത്തെ പണ്ഡിതന്മാരുടെ അപ്രോച്ച് എന്തായിരുന്നു, ഇബ്നു മസൂദ് എന്ത് പറഞ്ഞു, ഇബ്നു അനസ് അല്ലാഹു എന്ത് പറഞ്ഞു, ഇതിങ്ങനെ കുറേ ആളുകളെ കുറിച്ച് കുറേ ഹദീസുകൾ ആ വിഷയത്തിലുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഹറാം ഹലാലിനെ കുറിച്ച് വ്യക്തമായിട്ട് പിക്ചർ കിട്ടും. മനസ്സിലായ? നിങ്ങൾ എപ്പോഴും ആലോചിക്കണ്ടേ ഹുർമത്തലേക്ക് മൈത്തത്തെ വദ്ദം, ഈ രക്തം എന്തുകൊണ്ടാണ് ഹറാമാക്കി? മനസ്സിലായ? പണ്ടത്തെ കാലത്ത് ആ രക്തം കുടിച്ചിരുന്നത് ആരും കുടിച്ചിരുന്ന? എന്താ രക്തം ഹറാമാക്കാൻ കാരണം? അത് നമുക്ക് പറയാൻ ചിലവ് പറയാൻ നേരം പോകുള്ളൂ. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ ഡീൽ ചെയ്യുന്ന തഫ്സീറുകൾക്കാണ് എന്ത് ജൂറിസ്റ്റിക്. അതിന് എക്സാമ്പിൾ എന്താ? എക്സാമ്പിൾ ആണ് അൽ ജാമിഅൽ അഹ്കാം. ഒരു മിനിറ്റ്, അതിപ്പം പറഞ്ഞത് വേർഷൻ കണ്ടെയ്നിങ് ലീഗൽ ഇൻജെക്ഷൻസ് ആൻഡ് ഓഫൻ പ്രസന്റ് എ പോളിമിക്കൽ POLEMICAL polemical. fashion Okay. the views held by their school of thought on those verses. Okay, അതിൻ്റെ എക്സാമ്പിൾ ആണ് അൽ ജാമി ലി അഹ്കാം, ജാമിൽ അഹ്കാം ബൈ ഇമാം ഖുർത്തുബി. ഇമാം ഖുർത്തുബിയുടെ ജാമിൽ അഹ്കാം എന്ന് പറയുന്ന തഫ്സീർ. ഓക്കെ, അപ്പോൾ ഈ സംഗതി ഞാൻ ഇപ്പോൾ പറയാൻ കാണിച്ചാൽ ഇത് കുറേ സമയം എടുക്കും. അതുകൊണ്ട് ഇപ്പോഴും പറഞ്ഞിട്ട് നമുക്ക് അടുത്ത ആഴ്ച എന്ത് ചെയ്യാം, നേരെ വിഷയത്തിലേക്ക് കടക്കാം. അല്ലെങ്കിൽ അടുത്ത ആഴ്ച ഒരു മണിക്കൂർ ഇത് പറഞ്ഞു പോകും. അപ്പോൾ ഐ എം കൺക്ലൂഡിങ് ദിസ്. അപ്പോൾ ഖുർആന്റെ എങ്ങനെ ഫിഖ് സുന്ന എന്നുള്ളത് അത് കൂടുതലും ഹദീസായി ബന്ധപ്പെട്ടുകൊണ്ടല്ലേ, തഫ്സീറല്ലോ. ഇത് ഇംഗ്ലീഷ് വേർഷൻസ് ആണ് ഈ ബുക്സ്. അല്ലല്ല, ഇതിന്റെ ഇംഗ്ലീഷുകൾ അവൈലബിൾ ആവാം. ഇതൊക്കെ കൂടുതലും തഫ്സീറുകളല്ലേ? ഇതൊക്കെ നമ്മൾ സംസാരിക്കുന്നതൊക്കെ തഫ്സീറിനെ കുറിച്ചിട്ട്, ഇതൊക്കെ തഫ്സീറുകളാണ്. മറ്റത് സുന്നത്താണ്. മറ്റേ ഫിഖ് സുന്ന എന്ന് പറഞ്ഞാൽ സുന്ന മറ്റേതാണ്, ഹദീസുകളുടെ ഫിഖ് എന്നല്ലേ. അതിൽ ഖുർആൻ ആയത്തുണ്ടാവും, പക്ഷെ അത് ഫാത്തിഹ മുതൽ നാസ് വരെയുള്ള തഫ്സീറല്ല. ഓക്കെ, ഇതൊക്കെ അങ്ങനെയാണ്. ഇത് ഖുർആനെ മൊത്തം ആ രൂപത്തിൽ പഠിച്ചു ചെയ്തില്ല. അപ്പം എന്ന് പറഞ്ഞാൽ ഖുർആന്റെ ഒരുപാട് സ്കോപ്പ് ഉണ്ട്. ചില തഫ്സീറുകൾ മറ്റെന്താണ്, ചില പഠനങ്ങൾ പറഞ്ഞാൽ ഖുർആന്റെ സയന്റിഫിക് ആയത്തെടുത്തിട്ടുള്ള വിഷയങ്ങളുള്ള ഇതുണ്ട്. അപ്പം അതിൻ്റെ മെയിൻ ഫോക്കസ് അതായിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ഇനി മനസ്സിലാക്കേണ്ടത് മറ്റേ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഈ ഈ 4 തരത്തിലുള്ള അപ്രോച്ചുകളുടെ ഏറ്റവും വലിയ ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് എ വേഴ്സ് ബൈ വേഴ്സ് അപ്രോച്ച്. എന്ന് പറഞ്ഞാൽ ഓരോ ആയത്തുകളെ ബൈ ആയത്ത് എടുത്തുകൊണ്ടുള്ള ഒരു സമീപനമായിരുന്നു ഈ 4 തഫ്സീറുകളുടെ എഴുതുന്നത്. ഓക്കെ, അപ്പോൾ വിത്ത് മോസ്റ്റ് മുസ്ലിം മുഫസ്സിർസ് the basic study of Quran is one or few ayahs taken in isolation from the preceding and following ayahs. അതായത്
പൊതുവെ ഉണ്ടായിരുന്നത്. അപ്പം നമ്മൾ ഈ ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് മനസ്സിലായാലാണ് ഞാൻ അടുത്ത ആഴ്ച നമ്മൾ ക്ലാസ് മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞു വെക്കുന്നത്. ഇത് മറക്കരുത്, നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് പണ്ടത്തെ കാലത്ത് ഒട്ടുമിക്ക എല്ലാ മുഫസ്സിറുകളുടെയും ഖുർആന്റെ പഠനം എന്ന് പറഞ്ഞാൽ ഖുർആന്റെ അകത്തുള്ള ആയത്തുകളെ ചിലപ്പോൾ ഒരു 5-6 ആയത്ത് ഒരുമിച്ചോ അല്ലെങ്കിൽ ഒരു പാസേജോ അല്ലെങ്കിൽ ഒരു ആയത്തോ മാത്രം എടുത്തുകൊണ്ട് അതിനെ വിശകലനം ചെയ്തുകൊണ്ടുള്ള പഠന രീതി ആയിരുന്നു മുമ്പേ അവലംബിച്ച് വന്നിരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു അപ്രോച്ചിൽ മറ്റേ എന്താണ് അതിലുണ്ടായിരുന്ന ഒരു അപ്രോച്ചിൻ്റെ ഒരു പ്രസക്തി എന്ന് പറയാൻ അവരുടെ ഒരു ബിലീഫ് എന്നുണ്ടായിരുന്നത് ദാറ്റ് ഈ ഖുർആന്റെ ആയത്തുകളുടെ അറേഞ്ച്മെന്റിലോ അതിലോ അല്ലെങ്കിൽ സൂറത്തിന്റെ അറേഞ്ച്മെന്റിലോ പ്രത്യേകിച്ച് തഫ്സീറിനൊന്നും അതിൽ വ്യത്യാസമില്ല. അതായത് ഇറ്റ് ഡസൻ എഫക്ട് തഫ്സീർ എന്ന രൂപത്തിലായിരുന്നു. ഓക്കെ, അത് തഫ്സീറിന്റെ ആ പർപ്പസിൽ വലിയ സിഗ്നിഫിക്കൻ്റ് അല്ല. എന്ന് പറഞ്ഞാൽ ആയത്തിന്റെ ഓർഡർ നോക്കിയാലും കുഴപ്പമില്ല. ആ ആയത്തിന് ഇപ്പോൾ ഉദാഹരണം ആയത്തെ കുറിച്ച് മാത്രം എടുത്തുകൊണ്ട് തഫ്സീർ ഒരാൾ എഴുതുകയാണെങ്കിൽ അത് കുഴപ്പമില്ല. കാരണം മുമ്പത്തെ ആയത്തും ശേഷമുള്ള ആയത്തും തമ്മിൽ വലിയ ബന്ധം ഉള്ളത്, അത് വലിയ സിഗ്നിഫിക്കൻ്റ്, വലിയ ഇമ്പോർട്ടൻസ് ഉള്ളതല്ല, വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നില്ല എന്ന ഒരു ചിന്തയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഒരുവിധം പണ്ഡിതന്മാർ ഇമാം മാലിക്കും ഉൾപ്പെടെ ഓക്കെ അവരുടെ ഒരു മറ്റേ വ്യൂ, അവരുടെ ഒരു കാഴ്ചപ്പാട് എന്ന് പറഞ്ഞത് ഖുർആന്റെ ആയത്തുകളുടെ അറേഞ്ച്മെന്റും ഹിദായത്തും തമ്മിൽ യാതൊരു ബന്ധമില്ല എന്നുള്ള. അതായത് അലിഫ്ലാമീം ആദ്യം വന്നാലും വേണ്ടില്ല, അവസാനം വന്നാലും വേണ്ടില്ല, അത് ഹിദായത്തായിട്ട് യാതൊരു ബന്ധമില്ല എന്നുള്ളൊരു കാഴ്ചപ്പാടിൽ ആയിരുന്നു എന്നുള്ളത്. മീൻസ് എന്ന് പറഞ്ഞാൽ മറ്റൊരു ക്വാളിറ്റി പറഞ്ഞാൽ ഖുർആന്റെ ആയത്തുകളുടെ ക്രമവും സൂറത്തിന്റെ ക്രമവും പരസ്പര ബന്ധത്തിലൊന്നും കാര്യമായിട്ട് ആരും പഠനങ്ങൾ നടത്തിയിട്ടില്ല. കാരണം അത് മുമ്പ് വന്നാലും ഇല്ലെങ്കിലും അത് പ്രത്യേകിച്ച് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള സംഗതിയല്ല എന്നുള്ള ഒരു ധാരണയായിരുന്നു ആൾക്ക് ഉണ്ടായിരുന്നത് കേട്ടാ. അപ്പോൾ മറ്റേ അതുകൊണ്ട് തന്നെ ഈ ഡോമിനന്റ് വ്യൂ, അതായത് ഏറ്റവും കൂടുതൽ മറ്റേ ഉള്ള ഒരു ധാരണ എന്നുള്ളത് ഖുർആന്റെ കോമ്പോസിഷനോ അതിൻ്റെ കൊഹറൻസോ ആയിട്ടോ എന്താണ് ഒരു കാര്യമായിട്ട് ഒരു സിഗ്നിഫിക്കൻ്റ് അല്ല എന്നുള്ളതായിരുന്നു. ഓക്കെ, ഇതായിരുന്നു ഒട്ടുമിക്ക മുസ്ലിം പണ്ഡിത ലോകത്തിൻ്റെയും ഓറിയന്റലിസ്റ്റ് സ്കോളേഴ്സിൻ്റെയും ചിന്ത. അതിൽ നിന്ന് മാറിക്കൊണ്ടാണ് ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച മുതൽ നമ്മൾ ക്ലാസ്സുകളിൽ വരാൻ പോകുന്നത്. ഓക്കെ, പറഞ്ഞ മനസ്സിലായോ നിങ്ങൾക്ക്? അതായത് ഈ പറഞ്ഞ എല്ലാ തഫ്സീറുകളുടെയും ഒരു കാഴ്ചപ്പാട് എന്ന് പറഞ്ഞത് ഖുർആന്റെ ആയത്തുകളുടെ പരസ്പര ബന്ധത്തിലൊന്നും വലിയ അർത്ഥമില്ല, അല്ലെങ്കിൽ വലിയ കാര്യമില്ല, അത് പരിഗണിക്കേണ്ടതില്ല. അത് ഇല്ലെങ്കിലും നമുക്ക് ഖുർആന് അള്ളാഹുവിന്റെ വചനം മനസ്സിലാക്കാനത് മതി എന്നുള്ള ഒരു കാഴ്ചപ്പാടായിരുന്നു. തെറ്റൊന്നുമില്ല, അത് തെറ്റൊന്നുമില്ല, അങ്ങനെ മനസ്സിലാക്കാം. പക്ഷേ മറ്റേ ഹമീദുൽ ഫറാഹി പോലെ അല്ലെങ്കിൽ അമീൻ അഹ്സൻ ഇസ്ലാഹി പോലത്തെ ഉള്ള പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ഇതിൻ്റെ നസ്മ്, ഇതിൻ്റെ കൊഹറൻസ്, ഇതിൻ്റെ കമ്പോസിഷൻ, ഇതിൻ്റെ അവതരണ പശ്ചാത്തലങ്ങൾ, ഇതിൻ്റെ അവതരണ രീതികൾ, അതിൻ്റെ ആയത്തിൻ്റെ ക്രമങ്ങൾ, സൂറത്തിൻ്റെ ക്രമങ്ങൾ, പദങ്ങളുടെ പ്രയോഗങ്ങൾ, ഇതൊക്കെ എന്തുണ്ട് ഖുർആന് കൂടുതൽ മനസ്സിലാക്കുന്നതിന് ഒരു വലിയ ഒരു പങ്ക് നിർവഹിക്കപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ആളുകളായിരുന്നു അവർ. അതുകൊണ്ട് അവർ ട്രഡീഷണൽ മെത്തേഡുകളിൽ നിന്ന് കുറച്ച് മാറിയിട്ടുള്ള രൂപത്തിലായിരുന്നു അവരുടെ തഫ്സീറുകൾ. അതുകൊണ്ടാണ് നമ്മൾ ഈ തരത്തിലുള്ള പഠനങ്ങളും ഈ വാഖിയ റഹ്മാൻ തമ്മിലുള്ള ബന്ധവും സൂറത്ത് അതുപോലെ ആയത്ത് കുർസികൾ തമ്മിലുള്ള പാസേജിന്റെ ബന്ധങ്ങളൊക്കെ നമുക്ക് കൂടുതൽ അറിയാൻ സാധിക്കുന്നത് ഇത്തരത്തിലുള്ള പഠനങ്ങൾ അവർ ചെയ്തുകൊണ്ടാണ്. ഇനി അത്തരത്തിലുള്ള നോട്ടങ്ങളിലേക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ് മുതൽ നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനിത് ആമുഖമായിട്ട് ഇത് പറഞ്ഞു വെച്ചു എന്ന് മാത്രം കേട്ടാ. അപ്പോൾ ഇപ്പം തന്നെ ഒരുപാട് സമയം അതിക്രമിച്ചിരിക്കണം. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കുമാറാവട്ടെ. സമയം പോയത് ആരും അറിഞ്ഞില്ല ഒന്നല്ലേ, 2 മണിക്കൂറാവാനായി എല്ലാം കൊടുത്തോളാം നിങ്ങൾക്ക്. അപ്പൊ ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച കാണാം കേട്ടാ. ഇനി എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിച്ചോളി. ഓക്കെ, വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.